പ്രിപ്പറേഷൻ മീറ്റ്സ് ഓപ്പർച്യൂണിറ്റി, അതിനാണ് ലെക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് ഇരുന്ന് ഈ മനുഷ്യൻ 2 വർഷത്തിൽ 400 എംപ്ലോയീസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ. And recently you guys received an award from Tapsi Pannu. അജാസ് എന്നോട് തന്നെ ഈ മണ്ണിൽ അലിയട്ടെ എന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊരു മൈൽ സ്റ്റോൺ ആണ്. ആക്ച്വലി അവാർഡിനേക്കാളും വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. ഊബറിൻ്റെ ട്രാവിസ് ക്ലാനിക്കായിട്ട് ഫസ്റ്റ് മീറ്റിംഗ് നടത്തിയ ആൾക്കാരും അതേപോലെ തന്നെ ടെസ്ലേൻ്റെ എലോൺ മസ്ക് ആയിട്ട് ഫസ്റ്റ് മീറ്റിംഗ് നടത്തിയ ആൾക്കാരുമാണ് എജുപോർട്ടിലെ ഫസ്റ്റ് ബാക്കേഴ്സായിട്ട് വരുന്നതെന്നുള്ളൊരിത്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ അപർണ. അപ്പോൾ അൺഫിൽറ്റേർഡിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ചെറിയ സ്വപ്നത്തിൽ നിന്ന് ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുക്കാനായിട്ട് എജുപോർട്ട് രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫൗണ്ടർ അജാസ് മുഹമ്മദ് ആൻഡ് ദ CEO അക്ഷയ് മുരളീധരൻ. ഹലോ, വെൽക്കം ടു ദി ഷോ. ഹായ്. അപ്പോൾ എങ്ങനെ സാധിച്ചു, എങ്ങനെയാണ് ഈ എജുപോർട്ട് ഫോം ചെയ്തത്, എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? What gave you the inspiration? എജുപോർട്ട് ഒരു ആക്സിഡൻ്റൽ പ്രൊഡക്റ്റ് ആണ്. ഞാനൊരു ആങ്കർ ആയത് ആക്സിഡൻ്റൽ പ്രൊഡക്റ്റ്. അതായത് ഒത്തിരി സ്റ്റാർട്ടപ്പുകളൊക്കെ അങ്ങനെ പറയാറുണ്ട്. എൻ്റെ ഒരു ജേർണി പറയുകയാണെങ്കിൽ ഞാൻ BTech NIT എന്നായിരുന്നു ചെയ്തത്. 2012 പാസ് ഔട്ടാണ്. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടി, ബാംഗ്ലൂർ പോയി. പിന്നെ അതിനുശേഷം ദുബായിൽ 5 വർഷം വർക്ക് ചെയ്തു. അപ്പം 2018 ആയപ്പം അത്യാവശ്യം നല്ലൊരു സെറ്റപ്പായി ലൈഫൊക്കെ സെറ്റിൽഡ് ആയി എന്ന് തോന്നിയപ്പോൾ നമുക്ക് തോന്നുമല്ലോ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ചെയ്യണോ, അല്ലെങ്കിൽ നന്നായി പോകുന്നല്ലോ, കുറച്ചൊരു ഫണ്ട് വേണ്ടേ. വയസ്സായി കഴിഞ്ഞാൽ ഒരു റിഗ്രറ്റ് ഒക്കെ തോന്നും, വെറുതെ ഇങ്ങനെ നോർമൽ കംഫർട്ട് സോണിൽ നിന്നാൽ മതി. അപ്പം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാമെന്നുള്ള രീതിയിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ തീരുമാനിച്ചു. ആൻഡ് അപ്പം എന്ത് തുടങ്ങണം എന്നുള്ളതിന് തട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. എന്ത് തുടങ്ങണം എന്നുള്ള രീതിയിൽ ഞാനവിടെ ഒരു ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം ഹോസ്പിറ്റൽ IT ഹെഡായിരുന്നു. അപ്പം ദുബായ് ടൂറിസം, പിന്നെ ഹോസ്പിറ്റൽ, മെഡിക്കൽ. അപ്പം ഇന്ത്യയിലാണെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് ഭയങ്കര പൈസ കുറവാണ്. അപ്പം ഇന്ത്യയിൽ ട്രീറ്റ്മെൻറ്റിന് വരുന്ന വിദേശികൾക്ക് എല്ലാ സർവീസസും ചെയ്യാന്നുള്ള രീതിയിൽ മെഡ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ നാട്ടിലേക്ക് തിരിച്ചു വന്നു. 2018 ഒരു ജൂലൈയിലായിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ജർമ്മനിയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ ക്ലയൻസ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മളെ കോവിഡ് വന്നത്. കോവിഡ് ഫസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്ത് തുടങ്ങി. ആൻഡ് പെട്ടെന്ന് നമ്മളെ ലോക്ക്ഡൗണും വന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി പണി കിട്ടി എന്നുള്ളത്. ഞാൻ വീട്ടിൽ നിന്നൊക്കെ നല്ല ചീത്ത കേട്ടിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല ഓൾറെഡി അവർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ജോലി വിട്ട്, നിങ്ങൾക്കറിയാലോ, സ്വന്തമായി സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ. അപ്പോൾ ഇങ്ങനെ വീട്ടിലൊരു പണിയില്ലാതിരിക്കുകയാണ്. അങ്ങനെ അപ്പോഴാണ് നമ്മളെ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് കേരളത്തിൽ മാത്രം അപർണക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, എക്സാംസ് ക്യാൻസൽ ചെയ്തില്ല, പോസ്റ്റ്പോൺ ചെയ്തു. ബാക്കി എല്ലാ സ്റ്റേറ്റുകളും ക്യാൻസലൊക്കെ ചെയ്ത് സേഫ് ആക്കി വെച്ചു. അപ്പം ഒരു മാത്സ് എക്സാമിൻ്റെ തലേന്നായിരുന്നു ലോക്ക്ഡൗൺ വന്നത്. അപ്പം അടുത്ത എക്സാം മാത്സ് ആണ്. ആൻഡ് അന്ന് ഈ ഓൺലൈനൊന്നും അത്ര സെറ്റായിട്ടില്ല. കോവിഡോടുകൂടിയാണല്ലോ നമ്മൾ ഓൺലൈൻ ലേണിംഗ് ഒക്കെ തുടങ്ങിയത്. അപ്പം എൻ്റെ അമ്മായി വന്നിട്ട് പറഞ്ഞു മോനെ പഠിപ്പിച്ചു കൊടുക്കണം, മാത്സ് വളരെ മോശമാണെന്നുള്ളത്. എനിക്കാണെങ്കിൽ മുങ്ങാൻ ഒരു വഴിയുമില്ല. കാരണം ഞാൻ ഒരു പണിയില്ലാതിരിക്കുകയാണെന്നുള്ള എല്ലാവർക്കും അറിയാം, ലോക്ക്ഡൗൺ ആണ്. അതെ. അപ്പം ഞാൻ പറഞ്ഞു എന്താ ചെയ്യാം. അപ്പോൾ അവനിങ്ങനെ അടുത്ത് നമ്മളിങ്ങനെ സംസാരിക്കുന്ന പോലെ അവന് ഒരു ഇതിൽ എഴുതി പഠിപ്പിച്ച്, ആദ്യം പേപ്പറിലായിരുന്നു എഴുതി പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവന് നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് അപ്പോൾ അവൻ്റെ കുറച്ച് 3-4 കച്ചറ ഫ്രണ്ട്സിനെ കൂട്ടി വന്ന്, എടാ ഇത് നല്ല രസമുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം. ആ ഫ്രണ്ട്സൊക്കെയാണ്, അവരോട് എന്തായാലും എന്തുണ്ട് വലിയ നന്ദിയുണ്ട് നമ്മളെ ഈ ഇതിലേക്ക് എത്തിയത്. അപ്പം ഈ കസിൻ ഇപ്പോൾ എന്നോട് ഷെയറും ചോദിച്ചു വരും കേട്ടോ, എനിക്കൊരു 1% റൈറ്റ്. അപ്പം 4 ആൾക്കാരൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് കൊടുത്തപ്പോൾ എനിക്ക് തോന്നിയത് രസമുണ്ട്, ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്നുള്ളൂ. അപ്പം എൻ്റെ അടുത്തൊരു ടാബ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ടാബിൽ ഇവരോട് ഈ കസിനെ പഠിപ്പിക്കുന്നത് എൻ്റെ ഫേസ് കാണിക്കാതെ, കാരണം എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു ഫേസൊക്കെ കാണിക്കുക എന്നൊക്കെ ഉള്ളത്. ഫേസ് കാണിക്കാതെ ഞങ്ങൾ എഴുതുന്നതും ഞങ്ങൾ വോയിസ് ഓവറും വെച്ചിട്ട് യൂട്യൂബിലിട്ടു. ആൻഡ് അത് ഭയങ്കര ഹിറ്റായി. ഒത്തിരി ആൾക്കാർ കാണൽ തുടങ്ങി. പിന്നെ അവർ സംശയങ്ങൾ ചോദിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഇത് വർക്കൗട്ട് ആവുന്നുള്ളൊരു ഇത് തോന്നിയപ്പം ഒരു പേരൊക്കെ കിട്ടും, അത് മെഡ്പോർട്ട്. അപ്പോൾ ഇത് എജുപോർട്ട്, അങ്ങനെയാണ് പേര് പോലും. അതായത് അതിൻ്റെ ലോഗോൻ്റെ പുറകിലടക്കം കഥകളുണ്ട്. നമുക്കൊരു പെട്ടെന്നൊരു ലോഗോ വേണം. അപ്പോൾ ഒരു ഡിസൈനർ എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു, അവൻ ലോഗോ ഒക്കെ അയച്ചു തന്നു. അപ്പം ഒരു 5 ലോഗോ തന്നു, ചെറിയ കോമ്പിനേഷൻ. അപ്പം ഞാൻ പറഞ്ഞാൽ അതിലൊന്ന് സെലക്ട് ചെയ്തു, ഇപ്പോൾ ഉള്ള ലോഗോ. ആൻഡ് അതിന് ശേഷം നീ ഒന്ന് നല്ല സൈസ് താ, എന്നാലാണ് നമുക്ക് യൂട്യൂബിലൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് അടിച്ചു പോയി. പിന്നെ എപ്പോഴാണ് ശരിയാവാ, മിനിമം ഒരു മാസം എടുക്കുന്നതാണ് പറയുന്നത്, കാരണം ലോക്ക്ഡൗൺ ആണ്. ഇപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ടിനെ കൊണ്ട് ആ ലോഗോ ഇത് തന്നെ നീ ഒന്ന് റീക്രിയേറ്റ്, മറ്റേ ആളോട് ഞാൻ പറഞ്ഞു ഞാൻ വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാം.
കുറച്ച് ഹൈ റെസൊല്യൂഷനൊക്കെ ചെയ്ത് തന്നു. അപ്പോൾ എത്ര പൈസ വേണം? ഒരു 300 രൂപ എന്നൊക്കെ. 300 രൂപയുടെ ലോകമാണ് ആ വരുന്നത്. അപ്പം അങ്ങനെ യൂട്യൂബിലിട്ടു. SSLC റിസൾട്ട് വന്നു. അപ്പോൾ ഒത്തിരി പാരൻസും കുട്ടികളൊക്കെ വിളിച്ചു, സാറേ എൻ്റെ മോന് ജീവിതത്തിൽ ഇതുവരെ മാത്സിന് A+ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ആദ്യമായിട്ട് ഇതിലാണ് കിട്ടിയത് സാറേ, ക്ലാസ് ഉണ്ടാണെന്നുള്ളത്. ആൻഡ് അവർ ചോദിച്ചു നിങ്ങൾ +1 ക്ലാസ്സസ് കൊടുക്കുമെന്നുള്ളത്. അതുവരെ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എങ്ങനെ അത് ബിസിനസ്സാക്കി മാറ്റാമെന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത് കൊള്ളാലോ. അങ്ങനെ പിന്നെ +1 ഒരു ജൂലൈ 28 ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു, +1 ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ് ഓഗസ്റ്റ് 3 മുതൽ. പിന്നെ ഫീസൊക്കെ പറഞ്ഞ് ഓഗസ്റ്റ് 2 എൻ്റെ അക്കൗണ്ടിൽ ഒരു 30 ലക്ഷത്തിൻ്റെ മുകളിൽ പൈസ, 38 ലാക്ക് ഞാനുണ്ടായിരുന്നു. ആ 38 ലക്ഷം വെച്ചാണ് ഞാനിത് മുഴുവൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ആൻഡ് അതിൽ തന്നെ പിന്നെ ഫുള്ള് കോമഡി ആയിരുന്നു. കാരണം ഞാൻ കോളേജ് പഠിക്കുന്ന സമയം മുതലേ ട്യൂഷൻസൊക്കെ എടുക്കാറുണ്ട്. ദുബായിലുള്ളപ്പോഴും ഹോം ട്യൂഷൻ, പേഴ്സണൽ ട്യൂഷൻ എനിക്ക് ഇഷ്ടമാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ എനിക്ക് നാട്ടിലത്തെ ടീച്ചർ കമ്മ്യൂണിറ്റി ആയിട്ടൊന്നും ഒരു ബന്ധമല്ല. ഒരു 2012 ഒരു 10 ഇയേഴ്സോളം ഞാൻ ഈ ഫീൽഡിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ആദ്യത്തെ സബ്ജക്റ്റ് മാത്സ് കൊടുക്കാൻ, +1 മാത്സ്, അതെനിക്ക് അറിയാമെന്നുള്ള രീതിയിൽ. അതെ സ്കില്ലടി ആയിരുന്നു. അത്യാവശ്യം എനിക്ക് അറിയായിരുന്നു മാത്സ്. പിന്നെ അങ്ങനെ മാത്സ് പഠിപ്പിച്ചു കൊടുക്കാം. അപ്പം എനിക്ക് ഇന്ന് 3-ാം തീയതി ക്ലാസ് തുടങ്ങി 3-ാം തീയതി കൊടുക്കാനുള്ള കണ്ടൻറ്റ് എൻ്റെ അടുത്തുള്ളൂ, 4-ാം തീയതി ഇല്ല. അപ്പം ഞാൻ കരുതി സാധാരണ എല്ലാവരും ഫുൾ സിലബസ് നിങ്ങൾ +1 പഠിക്കുന്ന ക്ലാസ് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ കണ്ടോന്നു. അപ്പം ഞാൻ കരുതി അതെനിക്ക് വർക്കില്ല, എൻ്റെ അടുത്ത് ക്ലാസ് ഇല്ല. ഞാൻ എല്ലാ കുട്ടികളോടും പറഞ്ഞു, ഇത് സാധാരണ പോലെയല്ല, എനിക്ക് ഓരോ ദിവസവും എന്ത് പഠിക്കണം എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരും, അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എന്നാൽ പിറ്റേന്ന് കൊടുക്കേണ്ട അടുത്ത് സാധനം ഇല്ല എന്നുള്ള റിയാലിറ്റി. അങ്ങനെ ഷെഡ്യൂൾ കൊടുത്തു. മാത്സ് കംപ്ലീറ്റ് ചെയ്തു. ഒരു 10 ദിവസമൊക്കെ എടുത്ത് മാത്സ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അടുത്ത സബ്ജക്റ്റ് ഫിസിക്സും ഞാൻ തന്നെ എടുക്കാമെന്ന്. വേറെ ആരും എനിക്ക് അതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ലോക്ക്ഡൗൺ ആണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. ഫിസിക്സ് ക്ലാസ് ഞാൻ കൊടുത്തപ്പോൾ അതാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ കുറച്ച് ടഫാണ്. പിന്നെ ഞാനാണെങ്കിൽ അധികം പഠിപ്പിച്ചിട്ടൊന്നുമില്ല ഫിസിക്സ്. അങ്ങനെ അത് കൊടുത്തപ്പോൾ കുട്ടിയൊക്കെ കുറച്ച് മനസ്സിലാവാത്ത കേസ്. അപ്പോൾ പാരൻസൊക്കെ പറഞ്ഞു, സാറേ എല്ലാ സബ്ജക്റ്റും സാർ എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ബോറടിക്കില്ല എന്ന് തോന്നിയപ്പോൾ എനിക്ക് മനസ്സിലായത് പുതിയ ടീച്ചേഴ്സ് വരണം. അപ്പോൾ കെമിസ്ട്രി എടുക്കാൻ ഞാൻ കുറേ ആൾ അന്വേഷിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പക്ഷേ SSLC വരെയൊക്കെ കെമിസ്ട്രി എടുക്കാറുള്ളൂ. അപ്പോൾ ഞാൻ എന്നാലും സാറിലെ വരട്ടെ എന്ന് പറഞ്ഞു. അവൻ വന്നു. അവൻ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല. ഞാൻ പറഞ്ഞു, വേറൊരു വഴിയുമില്ല, നാളെ പോകണമെങ്കിൽ ഈ കണ്ടൻറ്റ് റെക്കോർഡ് ചെയ്യണം. അപ്പം ആ ഒരു ലെവലിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മെല്ലെ മെല്ലെ നല്ല ടീച്ചേഴ്സായിട്ട് കണക്റ്റായി. പിന്നെ അപ്പോൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇതുവരെ എത്തിയത്. അപ്പം സ്റ്റാർട്ടിങ് വാസ് ഒരു പ്യോർലി ആക്സിഡൻ്റലാണ്. കോവിഡ് വന്നു, അമ്മായി വന്ന് കസിനെ പഠിപ്പിക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രം തുടങ്ങിയതാണ്. പക്ഷേ ഇതിൽ ഒരു പാർട്ടുള്ളതെന്ന് വെച്ചാൽ ഈ സ്റ്റാർട്ടപ്പിന് വേണ്ടി ഞാൻ ഒത്തിരി റിസർച്ചൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ജനറലി എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്യണം, എന്തായിരിക്കണം എന്നുള്ളത്. അപ്പം അതെന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ യൂട്യൂബിലിടാനുള്ള തീരുമാനം അടക്കം അങ്ങനെയുള്ള കുറച്ച് സ്റ്റോറീസ് എന്നൊക്കെയാണ്. ഇപ്പം കാൻ അക്കാഡമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അതൊക്കെ ഓൾമോസ്റ്റ് സിമിലർ സ്റ്റോറി തന്നെയാണ് വരുന്നത്. ബിസിനസ്സിനെ കുറിച്ച് നല്ലൊരു നോളജ്, അതായത് ഇൻ ജനറൽ സ്റ്റാർട്ടപ്പ് ബേസ്ഡ് ഉള്ള നോളജ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ആക്സിഡന്റ് ആണെങ്കിലും. അതെ, അതായത് ഈ ലെക്കാണെന്നൊക്കെ പലരും പറയും. പക്ഷേ ലെക്കിന് ഞാൻ കണ്ട ഒരു ബെസ്റ്റ് ഡെഫിനിഷൻ എന്ന് വെച്ചാൽ വെൻ പ്രിപ്പറേഷൻ മീറ്റ്സ് ഓപ്പർച്യൂണിറ്റി, അതിനാണ് ലെക്ക് എന്ന് വിളിക്കുന്നത്. അപ്പം എൻ്റെ പ്രിപ്പറേഷൻ അവിടെ ഉണ്ടായിരുന്നു, ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ വന്നപ്പം ആ വർക്ക് ചെയ്തെന്നാണ്. അപ്പം സ്റ്റാർട്ടപ്പിനെ കുറിച്ച് അത്യാവശ്യം അറിയാം. ഞാൻ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ സ്റ്റാർട്ടപ്പ് നെക്സ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അറിവ് കഴിഞ്ഞു. അങ്ങനെയാണ് ഞാൻ അക്ഷയനെ ഇതിലേക്ക് കൊണ്ടുവന്നത്. എങ്ങനെയാണ് അക്ഷയുടെ വരവ്? ഞാൻ MBA സിംഗപ്പൂരിൽ NUS ചെയ്തു. ഞാൻ മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യണം. IBM ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 വലിയ കമ്പനീസിൽ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഡൗൺ ടൗൺ സിംഗപ്പൂരിൽ പെൻറ്റ് ഹൗസിലൊക്കെ താമസിക്കുന്നു. അപ്പോഴാണ് ഒരു NIT കോമൺ ഫ്രണ്ട് വഴി അക്ഷയ് കൊണ്ടുവന്ന്, ഞാൻ ഇൻ്ററപ്റ്റ് ചെയ്തു. അക്ഷയ് ജോയിനൊക്കെ ചെയ്തു. അതിനുശേഷം ഇങ്ങനെ ലാപ്ടോപ്പിൽ ഇങ്ങനെ ബ്രൗസ് ചെയ്യുമ്പോൾ ഇതാണ് എൻ്റെ സിംഗപ്പൂരെ ഫ്ലാറ്റ് എന്ന് കണ്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടി. അതായത് ഒരു സിംഗപ്പൂരിനെ കുറിച്ച് നമ്മളൊരു ചിത്രം ഉണ്ടല്ലോ, ആ ടവറിൻ്റെ ഏറ്റവും റൂഫ് ടോപ്പ് പെൻറ്റ് ഹൗസിലാണ് താമസം. അപ്പോൾ ഇവനെയാണല്ലോ പടച്ചോനെ ഞാൻ വിളിച്ചിവിടെ കൊണ്ടുവന്നത് ഇങ്ങനെ ആലോചിച്ചിട്ട്. അപ്പം നമ്മൾ തമ്മിലുള്ളൊരു ഫസ്റ്റ് ഇൻട്രാക്ഷൻ ഒരു NIT കോമൺ ഫ്രണ്ട് വഴി TJ എന്ന് പറഞ്ഞിട്ട്. അപ്പം അജാസ് കോവിഡിൻ്റെ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പം അജാസിന് കേരള സ്റ്റാർട്ടപ്പ് മിഷന് 3 ലക്ഷം രൂപേൻ്റെ ഗ്രാൻഡ് വേണം. ഇതിന് വേണ്ടിയിട്ട് അജാസ് അപ്രോച്ച് ചെയ്ത് ഞങ്ങൾ വീഡിയോ കോളിൽ ഒരാഴ്ച ഇരുന്നു എന്ന് തോന്നുന്നു. ഒരാഴ്ച ഇരുന്നു.
അത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാൻ അജാസിനോട് പറഞ്ഞു, അജാസ് ഇതിൽ USP ഇല്ല. നമ്മളൊരു മാനേജ്മെൻറ്റ് രീതിയിലാണല്ലോ ചിന്തിക്കുക, ഇതിൽ ഡിഫറൻഷിയേറ്റർ ഒന്നുമില്ല, USP ഇല്ല, വെറുതെ ഓൺലൈൻ ട്യൂഷൻ എന്ന് പറഞ്ഞ സമയം കളയണ്ട, അജാസ് തിരിച്ച് ദുബായിൽ പോയിക്കോ, ജോലി കളയണ്ട എന്നുള്ളതായിരുന്നു എൻ്റെ ലാസ്റ്റ് മെസ്സേജ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കോൺടാക്റ്റ് ഒന്നുമില്ല. കഴിഞ്ഞ വർഷം ഫെബ് ആയപ്പോൾ വീണ്ടും ഒരു കോൾ വരികയാണ്, ഇങ്ങനെ എടാ വരാൻ പറ്റുമോ? അപ്പോൾ TJ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്, പുള്ളി സിംഗപ്പൂർ വന്നു മീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ഞാനിത്? അപ്പോൾ ഇങ്ങനെ പറഞ്ഞു നമ്മളൊരു 400 എംപ്ലോയീസായി. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കിളിയൊന്നും പോയി, കോഴിക്കോട് ഇരുന്ന് ഈ മനുഷ്യൻ 2 വർഷത്തിൽ 400 എംപ്ലോയീസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ. അങ്ങനെ ഞാൻ ഇവിടെ വന്നു, അജാസിനെ മീറ്റ് ചെയ്തു. അപ്പം 2 കാര്യങ്ങളാണ്. ഒന്ന്, അജാസിൻ്റെ ആ ഒരു പാഷൻ, അത് വളരെ ക്ലിയർ. അതായത് നമുക്ക് ലൈഫിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന യുണീക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാം. നമ്മളിപ്പോൾ ഒരു വലിയ കമ്പനിയിൽ ഇങ്ങനെ നിൽക്കും, അവസാനം വൈസ് പ്രസിഡൻ്റായി റിട്ടയർ ചെയ്യും, അത്രേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് റേറാ. പിന്നെ രണ്ടാമത്തെ, അജാസ് ഒരു നോ ഈഗോ മനുഷ്യനാണ്. അതായത് ഇത്രയും വളർത്തിയിട്ട് ഒരു കമ്പനിയല്ല ഞാൻ CEO ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാം, വേറെ ആ ഒരു മെച്ചോറിറ്റി എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു സ്റ്റേജിലെത്തി, ഇനി ഞാൻ അക്കാഡമിക്സിൽ ഫോക്കസ് ചെയ്യും. അപ്പോൾ അതും എന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തു. അപ്പോൾ ആ ഒരു ഇതിലാണ് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത്. എൻ്റെ സിംഗപ്പൂരിലെ വിസ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അജാസിനോട് അത് പറഞ്ഞു, ഞാൻ എന്തായാലും എനിക്കൊരു ഇൻഷുറൻസ് അവിടെ ഉണ്ട്, പക്ഷേ അതിനെപ്പറ്റി ഒരു പ്രാവശ്യം പോലും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ 1 വർഷം കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ അത്രയും ഒരു ഇതിലാണ് പോകുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഇതുവരെ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ദാറ്റ്സ് ദ ഇല്ല ബെസ്റ്റ് ഇല്ല, പാർട്ട്. അതായത് നമ്മുടെ ഇതിൽ വരുന്ന ഒരു ഇമ്പാക്റ്റ് ഭയങ്കര കൂടുതലാണ്. ഞാൻ ജോയിൻ ചെയ്യുന്ന ഒരു ദിവസം April 1 ലാസ്റ്റ് ഇയർ, ഈ ഓഫീസല്ല, സൈബർ പാർക്കിലുള്ള ഓഫീസിൽ, ഇവിടെ ആലപ്പുഴയിൽ നിന്ന് എന്തോ ഒരു പേരൻറ്റും കുട്ടിയും കൂടെ ട്രെയിൻ പിടിച്ചിട്ട് ഇവിടെ വരികയാണ്. 5000 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്ന ഫീസ്. അത് കയ്യിലിങ്ങനെ പിടിച്ചിട്ട് എവിടെയാണ് ഫീസ് അടക്കുക? അപ്പം നമുക്ക് എല്ലാം ഓൺലൈനാണ്, നമുക്ക് ഫീസ് കളക്ഷൻ ഇത്. അപ്പം അപ്പോൾ അജാസ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു എനിക്ക് ഫസ്റ്റ് ഡേ എനിക്ക്. അപ്പോൾ ഞാൻ ഇവരെ സംബന്ധിച്ച് 5000 rupees ഫോർ എ ഇയർ, അത്രയും വലിയൊരു എമൗണ്ടാണ്. അത് പോകാണ്ടിരിക്കാനാണ് അവരതും പിടിച്ച് വരുന്നത്. അപ്പം ഡേ 1 മുതൽ അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് നമ്മൾ എഡ്യൂക്കേഷനിൽ ഒരു വലിയൊരു മാറ്റം തന്നെയാണ് ഇതിലൂടെ കൊണ്ടുവരുന്നത്. ആൻഡ് റീസെൻ്റ്ലി യു ഗൈസ് റിസീവ്ഡ് ആൻ അവാർഡ് ഫ്രം തപ്സി പന്നു അല്ലേ? അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു, ബിക്കോസ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആക്ട്രസ് ആണ് തപ്സി പന്നു. ഹൗ വാസ് ഇറ്റ്? അതായത് വൺ തിങ് ഇസ് അവാർഡ് കിട്ടുക എന്നുള്ളത്, ആൻഡ് റിസീവിങ് ഫ്രം ഹെർ എനിക്കറിയില്ല, എനിക്കത് ഭയങ്കര ബിഗ് തിങ് ആണ്. കാരണം ബിക്കോസ് ഐ ലൈക്ക് ഹെർ ലോട്ട്. അതുകൊണ്ടാണ് ഞാനത് ഭയങ്കര ഇതായിട്ട് ചോദിക്കുന്നത്. അത് എക്കണോമിക് ടൈംസിൻ്റെ ബെസ്റ്റ് ടെക് സ്റ്റാർട്ടപ്പ് അവാർഡായിരുന്നു. അത് ശരിക്കും ഭയങ്കര ഒരു റെക്കഗ്നീഷൻ ആണ് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കിട്ടാൻ. പിന്നെ തപ്സി പന്നുവിനോട് അജാസ് എന്ത് പറഞ്ഞു എന്നുള്ളത് യൂട്യൂബിൽ ഭയങ്കര അത് പറയണോ വേണ്ടോ എന്നുള്ളത് അജാസ് എന്നോട് തന്നെ ഈ മണ്ണിൽ അലിയട്ടെ എന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. അത് എനിക്ക് പിന്നെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടാവില്ലേ നമുക്കിങ്ങനെ ആക്ട്രസിനോടൊക്കെ ഒരു ഭയങ്കര ആരാധന. അപ്പം ജീവിതത്തിൽ ഒരിക്കലും ഇവരൊന്നും നേരിട്ട് പരിചയപ്പെടുന്നു അതൊന്നും തോന്നിയിട്ടേ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു തപ്സി പന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉണ്ടായിരുന്നു ഒന്ന് ഇമ്പ്രസ് ചെയ്യണം എന്നുള്ളൊരു, അങ്ങനെയല്ല വെദർ ഇറ്റ് വർക്ക്സ് ഓർ നോട്ട്. പക്ഷെ അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അവർ ഭയങ്കര അടിപൊളിയായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എല്ലാവരുടെയും ഇപ്പം വൈഫ് അടക്കം ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ പറഞ്ഞതെന്ന്. ഞാൻ ആരോടും പറയത്തില്ലെന്നൊക്കെ. ശനി ഇപ്പൊ തപ്സി പന്നുവിനെ കാണേണ്ടി വരും ഇതെന്താ പറഞ്ഞതെന്നറിയാൻ വേണ്ടി. 2 ആഴ്ച കഴിയുമ്പോൾ അവളെ കല്യാണം കഴിഞ്ഞു. രഹസ്യമായിട്ടുള്ള കല്യാണമായിരുന്നു. പിന്നെ ഫുൾ എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കാം ഇത് ഈ കല്യാണത്തിൽ ന്യൂസ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അല്ല പോയി കല്യാണം കഴിക്കാൻ വല്ലോ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവും, അതാ പെട്ടെന്ന് പോയി 2 ആഴ്ച. അതിലിങ്ങനെ കുട്ടികൾ കുറെ കമന്റ്സുകളുണ്ട് ഹിന്ദിയിൽ, ഞാൻ എന്തായിരിക്കും പറഞ്ഞെന്നുള്ള നല്ല രസമായിരുന്നു. ദാറ്റ് വാസ് എ സർറിയൽ മൊമെന്റ് റൈറ്റ്? എന്തായാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് നമുക്കൊരു അച്ചീവ്മെന്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള ജോലിയാണ്. എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്, പക്ഷേ ടീച്ചിങ് ഈസ് സംതിങ് വെരി ഡിവൈൻ. കാരണം നമുക്ക് കിട്ടുന്ന സാലറിയേക്കാൾ കൂടുതൽ നമ്മൾ അടുത്തൊരു ജനറേഷന് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ ആൻഡ് നോളജാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ടീച്ചേഴ്സ് ആയിരിക്കും നമ്മളുടെ യങ് ലൈഫിൽ ഏറ്റവും അധികം നമ്മൾ ഇൻട്രാക്ട് ചെയ്യപ്പെടുന്ന ആളുകൾ. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫീൽഡിലുള്ളവരാണ്. അപ്പോൾ അതിനെ നിങ്ങൾ ഇപ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ whenever you approach അതിനെ ടീച്ചിങ് എന്നുള്ള രീതിയിലാണോ, ആൻഡ് ദർ ഇസ് ബിസിനസ് ഹിയർ ഓൾസോ. അപ്പോൾ ഇതിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ബാലൻസ് ചെയ്യുന്നത്? അതിൻ്റെ എക്സൈറ്റ് ഡിവൈഡാണ് ഇവിടെ ഒരു മതിൽ വെച്ച് കഴിഞ്ഞാൽ. ടീച്ചിങ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഒപ്റ്റിമൈസേഷൻ എല്ലാം അജാസിന് ബൈ നേച്ചർ വരുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം എത്ര കോഴ്സ് ഫ്രീ ആക്കി കൊടുത്തു എന്നുള്ളത് നമ്മൾ തമ്മിലുള്ള ഒരു ഡിവൈഡ് അവിടെ. ബിസിനസ് സൈഡ് കംപ്ലീറ്റ് ഞാൻ ചെയ്യുക, അക്കാഡമിക് സൈഡ് ഫുള്ള് അജാസ്. അത് ശരിക്കും പറഞ്ഞാൽ 2020 സ്റ്റാർട്ട് ചെയ്ത് 23 വരെ ഞാൻ തന്നെയായിരുന്നു CEO ആൻഡ് ചീഫ് എഡ്യൂക്കേറ്റർ എന്നുള്ളത്. അപ്പം ഒരു സ്റ്റേജ് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് രണ്ടും കൂടെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും ഞാൻ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത് എൻ്റെ ടീച്ചിങ്ങിലാണ്. കാരണം
എനിക്ക് അത്യാവശ്യം പ്രിപ്പയർ ഒക്കെ ചെയ്ത് ഏറ്റവും അടിപൊളിയായിട്ട് കണ്ടൻറ്റ് ഡെലിവർ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈവൻ ഞാൻ അത്യാവശ്യം തമാശയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ക്ലാസ് എടുക്കുക, പക്ഷെ അതടക്കം കൃത്യമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ നല്ല രസം ഉണ്ടാവും എന്നൊക്കെ കരുതിയോ ഈ ഒരു പോയിന്റിൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല, അപ്പം ഞാൻ ഒന്നും കൂടി ആവർത്തിക്കണം എന്നൊക്കെ ഞാൻ ആദ്യമേ തീരുമാനിച്ചിട്ടാണ് ക്ലാസ് എടുക്കാറുള്ളത്. അപ്പം അത് മിസ് ഔട്ടായി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഒന്നെങ്കിൽ CEO അത് ബാക്കി ആൾക്കാരെ ടീച്ച് ചെയ്യണം. അപ്പം പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ടീച്ചറാവണം എന്നായിരുന്നു കൂടുതൽ ആഗ്രഹം. അങ്ങനെ ഞാൻ ടീച്ചറെ അക്ഷയനെ CEO ആക്കിയതാണ്. പിന്നെ ഒത്തിരി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് സംഭവം എൻ്റെ ഉമ്മ ടീച്ചറാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ ഈ എവിടെ പോയാൽ ആരെങ്കിലുമൊക്കെ എന്താണ് ടീച്ചർ പണ്ട് എന്നെ പഠിപ്പിച്ചതായിരുന്നു എന്ന് പറഞ്ഞിട്ട് വരുമായിരുന്നു. അപ്പം അത് ഉമ്മ ഒരു സ്കൂൾ പഠിപ്പിച്ചതാണ്. അപ്പം ഞാനാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ കുട്ടികളെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പല സ്ഥലങ്ങളിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്, കുട്ടികളും പാരൻസൊക്കെ വരുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയെന്നൊക്കെ പറയാൻ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ ഇനീഷ്യലി ലഞ്ചിനൊക്കെ പോകുമ്പോൾ അത് എനിക്കൊരു പുതിയ സാധനമായിരുന്നു. കുട്ടികളൊക്കെ അജാസ് സാർ എന്ന് പറഞ്ഞ് ഓടി വരുന്നു, സെൽഫി എടുക്കുന്നു. ഞാൻ ഒരിക്കലും ഒരു ടീച്ചറിന് ഇങ്ങനെ ഒരു സെലിബ്രിറ്റി സാധനം വരാമെന്ന് പറഞ്ഞാൽ, പക്ഷെ അത് ഐ തിങ്ക് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇമ്പാക്റ്റ് അവരുടെ ലൈഫിൽ. അതായത് മാത്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ടഫായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ആ ഒരു സാധനത്തെ ഈസി ആക്കാമെന്ന് പറഞ്ഞാൽ ഈസിലേക്ക് ഒരു ഗോഡ് ലൈക്ക് ഫിഗർ ആയിട്ട് ആൾക്കാർ അജാസ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അത് ശരിക്കും എനിക്കും ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ടാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആക്ച്വലി മനസ്സിലാവുന്നത്. ഹൗ ദിസ് ഇസ് ലൈക്ക് യു സെഡ് ഒരു ഡിവൈൻ അല്ലെങ്കിൽ ഒരു റിയൽ ഇമ്പാക്റ്റ്. ഇപ്പോൾ ഇന്ത്യ പോകുന്ന ആ ഒരു രീതിയിൽ നെക്സ്റ്റ് 10 years പിന്നെ അതൊരു ഫാക്ടറാണ്. ഇപ്പോൾ ഞാൻ സിംഗപ്പൂരിലിരിക്കുമ്പം ഞാൻ കഴിഞ്ഞ കമ്പനിയിൽ ഏകദേശം ഒരു $55 million കഴിഞ്ഞ ഫെബ്രുവരിയിൽ റേസ് ചെയ്തു. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എല്ലാം നോക്കുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇന്ത്യ ഈസ് ദ നെക്സ്റ്റ് പ്ലേസ് ടു ബി ഇൻ ദി നെക്സ്റ്റ് 10 years ഇവിടെ വരാൻ പോകുന്നു. അതിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് ഈ പറയുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ അതിൽ നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് വി ആർ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. ഞാൻ ആലോചിക്കാം, ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഒരു അജാസ് സാറൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ആരായത്. മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പേടി സ്വപ്നമായിരുന്നു. പക്ഷേ 10 A+ കിട്ടിയായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല. പിന്നെയാണ് +1 +2 വരുന്ന മാത്സ്. ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും. ഈ മാത്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ഫൗണ്ടേഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. 1ാം ക്ലാസ്സിലെ മാത്സ് നമുക്ക് ടഫാണെങ്കിൽ 2ൽ എന്തായാലും ടഫായിരിക്കും, 3ആകുമ്പോൾ പിന്നെയും കൂടും. ആ ഒരു പ്രശ്നമാണ് മാത്സിന് പൊതുവേ ആൾക്കാർ. ബാക്കി ഇപ്പോൾ ഒരു ബയോളജിയൊക്കെ ആണെങ്കിൽ നമുക്ക് എഴുതാനും വായിക്കാനും അറിയാമെങ്കിൽ 10th ഡയറക്റ്റ് പോയിരുന്നാലും നമ്മൾ എഫേർട്ട് എടുത്താൽ മതി. പക്ഷെ മാത്സ് 1 മുതലേയുള്ള മാത്സ് നമ്മൾ മാത്രമല്ല ഈ മാത്സ് ഫിസിക്സിലും ഉണ്ട്. അപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്കൊന്ന് +1 ഭയങ്കരമായിട്ട് മാത്സ് വരുന്നുണ്ട്, ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ. ഈ എല്ലാവരും പൊതുവെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഈ ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷനും ഒക്കെ റിയൽ ലൈഫിൽ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നതെന്ന്. അല്ല, എനിക്ക് തോന്നുന്നു അതൊരു സിഗ്നലിംഗ് ആണ്. ഇപ്പോൾ ഒരു IIT പഠിച്ചു, അല്ലെങ്കിൽ IIM പഠിച്ചു, ഇതിൽ പഠിച്ചു, ഇപ്പോൾ NIT പഠിച്ചു, AIMS പഠിച്ചു, അവിടെ പഠിപ്പിക്കുന്ന തെർമോഡൈനാമിക്സ് ഇതൊന്നുമല്ല യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നമുക്ക് കിട്ടുന്ന ഒരു ക്രെഡിബിലിറ്റി, അതായത് ആ ഒരു സാധനം ക്രാക്ക് ചെയ്ത് അവിടെ എത്താൻ പറ്റുകയാണെങ്കിൽ ലൈഫിൽ റിയൽ പ്രോബ്ലംസും നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫിൽറ്ററിംഗ് പ്രോസസ്സ് മാത്രമാണ്. ഇപ്പം +1 എത്തിയപ്പം ഞാൻ സയൻസാണ് എടുത്തത്. അപ്പം എൻ്റെ മെയിൻ പ്രശ്നം 10th ഞാൻ പഠിച്ച ജോഗ്രഫി ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് അറിഞ്ഞിട്ട് എന്തായിരുന്നു കാര്യം എന്നുള്ളതാണ്. ഇപ്പം ഈവൻ BTechലാണെങ്കിലും ഞങ്ങൾക്കൊരു 4-year സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് BC ഒക്കെ ഉണ്ടായിരിക്കും. അതിന് ഞങ്ങൾ പറയാം 4-year സീരീസ് എന്നാണ്. കാരണം ഫസ്റ്റ് ഇയറിൽ അത് തുടങ്ങിക്കഴിഞ്ഞാൽ 4th year ആകുമ്പോഴേ ആ പേപ്പർ കിട്ടുള്ളൂ എന്നാണ് പറയാം. പക്ഷേ അതും ഞങ്ങൾക്ക് എവിടെ അപ്ലൈ ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷേ അതൊക്കെ നമ്മൾ ആ കടമ്പകളൊക്കെ ചാടിക്കടന്നുകൊണ്ടാണ് ഒരു പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ടാവാം, ഈ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതായത് +1 +2 ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും റൊട്ടേഷണൽ മോഷനൊക്കെ നമ്മൾ നന്നായി പഠിച്ചിട്ട് ലൈഫിലെ പല ചലഞ്ചസും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ബേസിക് ഫിൽട്രേഷൻ. യു ലവ് മാത്സ് എ ലോട്ട്. ഈ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് അത് നല്ലൊരു കാര്യമായിട്ടാണ് ഇൻ എ ഗുഡ് വേ ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്ക് മാറുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് അവർക്ക് പണ്ടത്തെ കാലത്തെ കമ്പയർ ചെയ്യുമ്പം ശരിക്കും യൂസ്ഫുൾ ആവുന്നത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 50 വർഷം മുമ്പുള്ള ഫോണും ഇപ്പോഴത്തെ ഫോണും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാർ ആലോചിച്ച് നോക്കുകയാണെങ്കിലും ഒത്തിരി വ്യത്യാസമുണ്ട്. ശരിക്കും എഡ്യൂക്കേഷനിൽ കാര്യമായിട്ട് ഒരു മാറ്റവും ലാസ്റ്റ് 50 years സംഭവിച്ചില്ല. ഇപ്പം അപർണയുടെ അച്ഛൻ ഇരുന്ന അതേപോലത്തെ ക്ലാസ് റൂമിലായിരിക്കും അപർണയും പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഭാവിയിൽ കുട്ടികളും ഓൾമോസ്റ്റ് സിമിലർ ക്ലാസ് റൂം തന്നെ ആയിരിക്കും. ആകെ ഉണ്ടാകുന്ന ഡിഫറൻസ് ബോർഡിന് പകരം ഒരു പ്രൊജക്ടറോ ഡിജിറ്റൽ ബോർഡോ വന്നിട്ടുണ്ടാവും. അപ്പം ശരിക്ക് എഡ്യൂക്കേഷനിലെ റെവല്യൂഷൻ വരുന്നത് ഈ ഓൺലൈൻ ലേണിംഗ് മതി കൂടെയാണ്. അപ്പം ഞങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിനെ, കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിനെ കുട്ടികൾക്ക് കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പം നാട്ടിലാകുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മാത്സിന് നല്ല സാറായിരിക്കും,
ഫിസിക്സ് ഒരു ആവറേജ് ആയിരിക്കും, ബയോളജി പോരായിരിക്കും, അങ്ങനത്തെ ഉണ്ടാവും. സ്കൂളാണെങ്കിലും ട്യൂഷൻ സെൻറ്റേഴ്സ് ആണ്. പക്ഷേ ഇപ്പോൾ എഡ്യൂപോർട്ടിലാകുമ്പോൾ നമുക്ക് കേരളത്തിൽ നിന്നുള്ള ബെസ്റ്റ് ആൾക്കാരെ മുഴുവൻ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ബെസ്റ്റ് ടീച്ചേഴ്സിന് കിട്ടും ഫസ്റ്റ്. പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും ഒരേ പേസിലൊന്നും അല്ല പഠിക്കുക. ഇപ്പം ക്ലാസ്സിലിരിക്കുകയാണെങ്കിൽ ഒരേ ടീച്ചറെ ക്ലാസ് കേട്ട് ഒരേ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഒരേ ഹോംവർക്ക് ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ് പല ലെവലിൽ എത്തിപ്പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് പോസ് ചെയ്ത് മനസ്സിലായിട്ടുള്ള ഒന്ന് റീവൈൻഡ് ഒക്കെ ചെയ്ത് കേട്ടിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു കുട്ടി എഫേർട്ട് ഇടാൻ റെഡിയാണെങ്കിൽ പോലും നമ്മളുടെ എക്സിസ്റ്റിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ചിലപ്പോൾ അവനൊന്നും എത്താൻ പറ്റില്ല. പക്ഷേ ഈ ഓൺലൈൻ ലേണിങ്ങിൽ ആ ഒരു പാർട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ഒരു നെക്സ്റ്റ് വേർഷനാണ് നമ്മൾ അഡാപ്റ്റ് എന്നും പറഞ്ഞിട്ട് ഒരു പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്നുള്ള പരിപാടിയിലേക്ക് മാറുന്നത്. ഇപ്പം ഇവൻതോ നമുക്ക് ഇത്ര അഡ്വാൻറ്റേജ് നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരേ കണ്ടൻറ്റാണ് നമ്മൾ ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് എന്തായിരിക്കും, ഒരു കുട്ടിയുടെ സ്കില്ലിനനുസരിച്ച് സംഭവം പഠിക്കുന്നത് മാത്സിലെ ഡിഫറൻസിയേഷൻ തന്നെയാണെങ്കിലും അവർ കൺസ്യൂം ചെയ്യുന്ന വീഡിയോസും ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ കുട്ടിക്ക് അനുസരിച്ച് എന്തെയും മാറും. അപ്പം അപ്പുറത്തൊക്കെ പരിചയമാണ്, ഒത്തിരി ആൾക്കാർ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട് പക്ഷേ മാർക്ക് കിട്ടുന്നില്ല എവിടെയത്. അപ്പം ആ ഒരു പ്രശ്നം ഞങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് എഫേർട്ട് എടുക്കുകയാണെങ്കിൽ അവൻ എത്തേണ്ട മാക്സിമത്തിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും നമ്മൾ ഈ അഡാപ്റ്റ് വഴി. ഇപ്പോൾ എഫേർട്ട് എടുക്കുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ അഡാപ്റ്റിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതാണ്. അതായത് എഡ്യൂക്കേഷൻ ഹാസ് ഓൾവേസ് ബീൻ വൺ ടു മെനി. ഒരു ടീച്ചർ നിൽക്കുന്നു, ഒരുപാട് കുട്ടികൾ നിൽക്കുന്നു, ഇവർക്ക് എന്ത് കോണ്ടൻറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ സാധാരണ ടീച്ചേഴ്സ് എന്താ ചെയ്യുക, 40% ആവറേജ് കുട്ടിക്കുള്ള ഒരു കണ്ടൻറ്റ് കൊടുക്കും. ഇതിലെ ഡ്രോബാക്ക് എന്താ, രണ്ട് പ്രശ്നം. ഒന്ന്, സ്മാർട്ടായിട്ട് പഠിക്കുന്ന കുട്ടികൾ ബോർഡാണ്, ഒരിക്കലും എപ്പോഴായി ടീച്ചർ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുക, അവരുടെ കുറേ ഇന്നെഫിഷ്യൻ്റ് അവരുടെ ടൈം. ഇതേ സമയത്ത് ഇപ്പുറത്തെ സൈഡിലുള്ള കുറച്ച് കുട്ടികൾ, നമ്മൾ മണ്ടന്മാരെന്നൊക്കെ പറയുന്ന കുട്ടികൾ, അവർ ചിലപ്പം അവർ ആങ്ഷ്യസ് ആണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ ഇതിനെ കേറ്റർ ചെയ്തിട്ടാണ് ഈ അഡാപ്റ്റ് എന്ന് പറഞ്ഞ ഒരു AI അൽഗോരിതം, വേർ എവറി സ്റ്റുഡൻറ്റ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇട്ടിട്ട് എവിടെയാണ് ഈ കുട്ടി നിൽക്കുന്നത്, അപ്പോൾ എല്ലാവരുടെയും ടൈം എഫക്റ്റീവായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ചിലപ്പോൾ 3 മണിക്കൂർ എടുത്തിട്ടായിരിക്കും ഒരു IIT ലെവൽ പ്രോബ്ലത്തിലേക്ക് എത്തുക. അപ്പർണ സ്മാർട്ട് ആയതുകൊണ്ട് അപ്പർണ 20 മിനിറ്റ്സിൽ അവിടെ എത്തും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടുപേരും ഒരേ സ്ഥലത്ത് ഔട്ട്കം രണ്ടുപേർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ലേണിംഗ് പാത്സ് ഡിഫറെൻ്റ് ആയിട്ട്, ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ തപസി പന്നുവിൻ്റെ ടെക് അവാർഡും ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ നിന്നും നമ്മൾ ആക്ച്വലി ഒരു ടെക് റെവല്യൂഷനാണ് ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ, ഊബർ, ഫേസ്ബുക്ക് എന്നൊക്കെ പറയുമ്പം ഗ്ലോബലി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ പ്രോഡക്റ്റാണ്. അപ്പോൾ അതുപോലെ എഡ്യൂക്കേഷനിൽ നമുക്ക് എന്തുകൊണ്ട് കേരളത്തിൽ നിന്നൊരു ഇമ്പാക്റ്റ് ഉള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൂടാ ആണ് ശരിക്കുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ടെക്നോളജിയെ ഭയങ്കര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും അത്. അതായത് ഈ നമ്മളിപ്പോൾ സ്കൂളിൽ പോയി അതിൻ്റെ കൂടെ ട്യൂഷനും കൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് മാർക്ക് നമുക്ക് കൂടും. കാരണം വെച്ചാൽ കുറച്ചും കൂടെ ഒരു അറ്റൻഷൻ കിട്ടും. അതിപ്പം ട്യൂഷന് പകരം ഓരോ സബ്ജക്റ്റിനും ഒരു ഇൻഡിവിജ്വൽ ടീച്ചർ എടുത്താൽ നമ്മൾ പോകുന്നതെങ്കിൽ എന്തായാലും നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. കാരണം ഇപ്പോൾ മാത്സിൻ്റെ ഈ പറഞ്ഞ ഡിഫറൻസിയേഷൻ ആണെങ്കിലും ഒരു പാർട്ട് നമുക്ക് അറിയില്ലെങ്കിൽ അവരോ ഇത് നീ ആദ്യം അത് പഠിക്ക്, പേഴ്സണലൈസ്ഡ് ലേണിംഗ് കിട്ടും. അപ്പം അത് പക്ഷേ പ്രാക്ടിക്കലി പോസിബിൾ അല്ല എല്ലാ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ ടീച്ചേഴ്സിന് കിട്ടുക എന്നുള്ളത്. ഫിനാൻഷ്യലി പ്രശ്നമാണ്, നല്ല ടീച്ചേഴ്സ്. അപ്പം അതാണ് നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചിട്ട് AI ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ പണ്ട് ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും ക്ലാസ് കഴിയുന്നു, ട്യൂഷന് പോകുന്നു, ഫുള്ളി പിന്നെ വീട്ടിൽ വന്നിട്ട് ഹോംവർക്ക് ചെയ്യുന്നു, ഫുൾ ടൈം ഈ പഠിത്തം എന്നുള്ള കാര്യം വന്ന് കൺസ്യൂം ചെയ്യുമ്പോഴും നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആകും. ഇപ്പോൾ പഠിച്ചാൽ മാത്രം പോരെ, വേറെ ഉത്തരവാദിത്വമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാലും അത് മാത്രം ആകുമ്പോഴും കുട്ടികൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആകും. അപ്പോൾ ഇങ്ങനെ അവരുടേതായ രീതിയിലുള്ള ക്ലാസ്സസ് വരുമ്പം ചിലപ്പം അതായിരിക്കും അവരെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ. ഇതിലൊരു ഈ ഗെയിം തിയറി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പം ചില ഗെയിമുകൾ അവരുടെ ഗെയിം കളിക്കാറുണ്ടോ? യെസ്. അപ്പോൾ അതിൽ ഒരു പാർട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ഗെയിമാണ് നമ്മൾ കളിക്കൂല, നമുക്ക് എന്താ പറയുക കളിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ വളരെ എളുപ്പമുള്ള ഗെയിമാണെങ്കിലും നമുക്ക് ബോറടിക്കും. അതാണ് ശരിക്കും ലേണിങ്ങിലും സംഭവിക്കുന്നത്. അതായത് ഒന്നെങ്കിൽ ചില കുട്ടികൾ ഭയങ്കര ടഫായിരിക്കും അത്, അപ്പോൾ അവർക്ക് പഠിക്കാൻ തോന്നില്ല. ഭയങ്കര ഈസി ആണെങ്കിലും കാര്യമില്ല. അപ്പം നമ്മൾ ശരിക്ക് ആ കുട്ടിയുടെ സ്കില്ലിനനുസരിച്ച് ഒരു ഗെയിമൊക്കെ പോലെ കുറച്ച് ടഫാണ് പക്ഷേ ചെയ്യാൻ പറ്റുന്നുള്ളൊരു മോഡലിൽ ചെയ്യുമ്പം അവർക്ക് എന്തായിരിക്കും അതിനോടൊരു താല്പര്യം കൂടും. ആൻഡ് രണ്ടാമതായിട്ട് നമ്മളിതിൽ കുറേ കോയിൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ലീഡർ ബോർഡൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഓരോ വീഡിയോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുട്ടി ലീഡർ ബോർഡിൽ കയറി വരും. അപ്പം ഞങ്ങളിപ്പോൾ ഒരു 2 months ആയിട്ടുള്ള അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അപ്പം ഞങ്ങൾ ആപ്പ് യൂസേജൊക്കെ 3 ഇരട്ടിയൊക്കെ ആയിട്ട് കൂടും. ഭയങ്കരമായിട്ട് നമ്മുടെ യൂസേജ് കുട്ടികൾ ആക്ച്വലി ആപ്പിൽ നിന്ന് ഗെയിം കളിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ഒരു PUBG പോലെയാണ് നമ്മുടെ ആപ്പിൽ കുട്ടികൾ. നമുക്ക് അതിൽ ബാക്ക് എൻഡിൽ കാണാമല്ലോ എത്ര കുട്ടികൾ നിൽക്കുന്നു. അപ്പോൾ അവർക്കൊരു ഫിസിക്സ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു കോയിൻ കിട്ടുക എന്ന് പറയുമ്പോൾ അവർക്ക് ഗെയിമിൽ ആക്ച്വലി ഒരു ലെവലപ്പ് ആയ പോലെയാണ് അവർ ചെയ്യുന്നത്.
ശരിയാ, ഈ ബ്രെയിൻ ഡെവലപ്മെന്റ് ആപ്പൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര എനിക്ക് ഇത്ര ഡെവലപ്മെന്റ് ഉണ്ടോ എന്നുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സാധനമാണ് നമ്മളെ ട്രഡീഷണൽ സിസ്റ്റത്തിൽ മിസ് ഔട്ട് ആയി പോകുന്നത്. കാരണം ചിലപ്പം 2, 3, 4 മാസം കഴിയുമ്പോഴേ കുട്ടികൾക്ക് ആ ഡെവലപ്മെന്റ് ഫീൽ ചെയ്യുള്ളൂ. ഇത് ചെറിയ രീതിയിൽ എന്ത് ചെയ്യണം, അവർക്ക് അത് കിട്ടും എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ തരുമ്പോൾ വേണമെങ്കിൽ ഇന്റർനെറ്റിൽ പോയിട്ട് നമുക്ക് സൊല്യൂഷൻ എടുത്തിട്ടൊക്കെ വന്നിടാൻ പറ്റത്തില്ലേ ദൈവമേ? അത് ഞാൻ പറയുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ല, അതായത് പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്കും അതുപോലെ ഉടായ്പ കളിക്കുന്ന കുട്ടികളെ ഞങ്ങൾക്കൊന്നും ഇപ്പം ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് പറയാന്ന് വെച്ചാൽ ഇപ്പം ഇഡ്ഡലി എത്ര നന്നാക്കിയാലും ചിക്കൻ ബിരിയാണി ആവില്ലല്ലോ. അതുപോലെ തന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇത് എഡ്യൂക്കേഷനാണ്, ഡിഫറൻസിയേഷനാണ്, ഇൻ്റഗ്രേഷനാണ്, റൊട്ടേഷൻ മോഷനാണ്, അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ആ ഒരു കാര്യം കുട്ടികൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു ജനറേഷൻ വരെ ഇപ്പം ബിസിനസ് എഡ്യൂക്കേഷന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം പഠിച്ചിറങ്ങിയ ജോലി കിട്ടും, അങ്ങനെ ഒരു പ്രാക്ടീസ് വന്നപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് വന്നു തുടങ്ങി. പക്ഷെ അതിന് മുന്നേ നമ്മൾക്ക് ഒരുപാട് കാലങ്ങളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന, കാലാകാലങ്ങളായി മാറി വരുന്ന ബിസിനസ് ഫ്രാഞ്ചൈസസ് ഒക്കെ നമുക്കറിയാം. അപ്പം ഇന്നത്തെ ജനറേഷനിൽ ഹൗ മച്ച് ഇമ്പോർട്ടൻസ് ഈസ് ദെയർ ഫോർ ബിസിനസ് എഡ്യൂക്കേഷൻ ടു റൺ എ സ്റ്റാർട്ടപ്പ്? എനിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞു, ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം വൈ കോമ്പിനേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു US-ലെ സ്റ്റാർട്ടപ്പ് ആക്സിലറേറ്ററാണ്. അവർക്കൊരു സീരീസ് തന്നെ ഉണ്ടായിരുന്നു, ഹൗ ടു സ്റ്റാർട്ട് എ സ്റ്റാർട്ടപ്പ്. അത് മുഴുവൻ ഞാൻ കണ്ടിട്ടുണ്ട്, നോട്ട്സൊക്കെ എഴുതി കണ്ടിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഫോർമൽ സ്കൂളിൽ തന്നെ ബിസിനസ് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നില്ല. പക്ഷേ ആൾക്കാർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നു. എന്നെ പല സ്റ്റേജിലും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എങ്ങനെ തുടങ്ങണം, ഇപ്പം എൻ്റെ സ്റ്റോറിയൊക്കെ ഒരു ടിപ്പിക്കൽ സക്സസ്ഫുൾ സ്റ്റാർട്ടപ്സിന് ഇങ്ങനെ എൻ്റെ അതേപോലത്തെ ഒത്തിരി സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി സ്റ്റാർട്ടപ്പ് സക്സസ് ആവണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് തന്നെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതെനിക്ക് കിട്ടിയത് ഇതേപോലത്തെ ഒരു വീഡിയോ തന്നെയാണെന്നുള്ളത് മറ്റൊരു സത്യമാണ്. അപ്പം പിന്നെ നമുക്കുള്ളൊരു ലേണിംഗ് സംഭവമൊക്കെ ഉണ്ടല്ലോ. അതായത് ഇപ്പം പലപ്പോഴും ഞാൻ കുട്ടികളോടൊക്കെ പറയാറുണ്ട്, ഈ പഠിക്കുക എന്നുള്ളത് പലപ്പോഴും എന്തിനപ്പോൾ പഠിക്കുന്നത്, പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് രക്ഷപ്പെടില്ല. പക്ഷേ ഈ പഠിക്കുക എന്നൊരു ബേസിക് ഹ്യൂമൻ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നന്നായി ഒരു കാര്യം, ഇപ്പം ബിസിനസ് ഇസ് ഓൾ അബൌട്ട് ലേണിംഗ് ആണ്. ഞങ്ങൾ ഓരോ ദിവസം എന്താണ് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് ആ പഠിക്കാനുള്ള സ്കില്ല് എനിക്ക് കിട്ടിയത് +1 +2 മര്യാദയ്ക്ക് പഠിച്ച്. അതെ റൈറ്റ്. അപ്പം അത് എപ്പോഴും നല്ലതാണെന്നാണ് എൻ്റെത്. ഇൻഫാക്ട് എവിടെ നിന്നൊക്കെ ഇൻഫർമേഷൻ കിട്ടും അതൊക്കെ അത്രയും ഹെൽപ്ഫുൾ ആണ്. എസ്പെഷ്യലി ബുക്സും ഭയങ്കര നല്ലതാട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഇങ്ങനത്തെ പോഡ്കാസ്റ്റൊക്കെ വന്നതിന് ശേഷം ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. എനിക്കിപ്പോൾ ലിങ്ക്ഡിനിൽ ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജ്, ഞാനിപ്പോൾ ഏഷ്യ പസഫിക്കിൽ ഏറ്റവും ബെസ്റ്റ് MBA ചെയ്ത ആളാണ്. അപ്പോൾ എന്നോട് ചോദിക്കും ഇങ്ങനെ MBA ചെയ്യണോ സ്റ്റാർട്ടപ്പിൽ. അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത്, MBAയിലും കൂടുതൽ ഒന്ന് ഗെറ്റ് റിഡ് ഓഫ് യുവർ ഫിയർ ഓഫ് ഫെയിലിയർ. അതായത് ആൾക്കാർ വെൻ യു പുട്ട് യുവർ ഹാൻഡ്സ് ഓൺ അപ്പോഴാണ് നമ്മൾ പഠിക്കുക. അപ്പം ബിസിനസ് എഡ്യൂക്കേഷനിലും കൂടുതൽ ഇപ്പോൾ അജാസിനൊക്കെ പോലെ ആ ഒരു അത്രയും വലിയ റിസ്ക് ഞാൻ പോലും അജാസിനോട് പറഞ്ഞത്, ഇതിപ്പോൾ എനിക്ക് പോകണ്ട, നിർത്തി തിരിച്ചു പോയിക്കോ. അപ്പോൾ ആ ഒരു റിസ്ക് അപ്പിറ്റൈറ്റ് എടുക്കുക. ഒരു പ്രാവശ്യം ഫെയിൽ ആവുക, അതിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന ലേണിങ്സ് ഈ പറയുന്ന ഫോർമൽ ബിസിനസ് എഡ്യൂക്കേഷനേക്കാളും ഭയങ്കര വാസ്റ്റാണ്. അപ്പം അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്ത്, ഇങ്ങനത്തെ സ്റ്റാർട്ടപ്സിൽ ഏർലി സ്റ്റേജ് അല്ലെങ്കിൽ ഗ്രോത്ത് സ്റ്റേജ് സ്റ്റാർട്ടപ്സിൽ വർക്ക് ചെയ്യാം. ഏത് റോളിൽ വർക്ക് ചെയ്താലും നിങ്ങൾക്ക് ഒരു ഫുള്ളൊരു ആംബിയ ഇത് കിട്ടും. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ്. ഐ തിങ്ക് ദാറ്റ് ഈസ് മോർ വാല്യൂബിൾ. ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാൾ തന്നെയാണ് പറയുന്നത്. പക്ഷെ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. അങ്ങനെ ഒരാൾക്ക് പഠിച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. എല്ലാം ഒരു ഇപ്പം ബുക്സും ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പം ഞാൻ NIT എത്തിയതിനു ശേഷം ഭയങ്കര ഉഴപ്പായിരുന്നു. അപ്പം എനിക്കിപ്പോഴും തോന്നുന്നു, അന്ന് കുറേ ബുക്കൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എഡ്യൂപോട്ടെ കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്തേനെന്നാണ്. ഇപ്പം ഈ മിത്ത് എന്നൊക്കെ ഉള്ള ഒരു ബുക്കൊക്കെ ഉണ്ട്, അതൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ, ഈ സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്നതിൽ. ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ വലിയ ബിസിനസ്സുകാരിയൊന്നും അല്ല, പക്ഷെ നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ചെയ്യേണ്ടി വരുന്നത് അൺലേൺ ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അങ്ങനെ നിങ്ങൾ അൺലേൺ ചെയ്യേണ്ടി വന്നൊരു മെയിൻ തിങ് എന്താ ബിസിനസ്സായി? പറഞ്ഞാൽ അതിലെനിക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാനുള്ള ഒരു എലിമെൻറ്റ്, ഈ റിസ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് നമ്മൾ കമ്പനീൻ്റെ ഏത് സ്റ്റേജിലുള്ളതെന്നാണ്. അതായത് ഒരു 2 years ബാക്ക് എഡ്യൂപോർട്ടിന് എടുക്കാൻ പറ്റുന്ന ഒരു റിസ്ക് അപ്പിറ്റൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇവോൾവ് ചെയ്യുന്നതനുസരിച്ച് മാറുന്നത്. ഇപ്പോൾ അജാസ് പറഞ്ഞ പോലെ ചിലപ്പം ഈ ഡിസിഷൻ അബ്രപ്റ്റായിട്ട് എടുക്കുക, അത് സ്കെയിൽ മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതിൻ്റെ റിസ്കിൻ്റെ വാല്യൂ ആക്ച്വലി കുറഞ്ഞു വരാം.
ഇപ്പം ഇൻഫാക്റ്റ് ഇപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അത് ഊബറിൻ്റെയും ടെസ്ലേൻ്റെയും ഒക്കെ ഫസ്റ്റ് ഇൻവെസ്റ്റ് ഡ്രൈവേഴ്സോ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് അവരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊരു മൈൽ സ്റ്റോൺ ആണ്. ആക്ച്വലി അവാർഡിനേക്കാളും വലിയൊരു മൈൽ സ്റ്റോൺ ആണ് ഊബറിൻ്റെ ട്രാവിസ് ക്ലാനിക്കായിട്ട് ഫസ്റ്റ് മീറ്റിംഗ് നടത്തിയ ആൾക്കാരും അതേപോലെ തന്നെ ടെസ്ലേൻ്റെ എലോൺ മസ്ക് ആയിട്ട് ഫസ്റ്റ് മീറ്റിംഗ് നടത്തിയ ആൾക്കാരുമാണ് എജുപോർട്ടിലെ ഫസ്റ്റ് ബാക്കേഴ്സായിട്ട് വരുന്നതെന്നുള്ളൊരു ഇത്. അപ്പം ആ ഒരു ഇതിൽ ഇപ്പോൾ നമുക്ക് റിസ്ക് അപ്പിറ്റൈറ്റ് ആക്ച്വലി കുറഞ്ഞു വരികയാണ് ആസ് യു ഗ്രോ ആസ് യുവർ സൈസ്. അപ്പം നമുക്കിപ്പോൾ ജനറലി ഈ ഓഡിയൻസിന് വേണ്ടി എല്ലാവരോടും ഹൈ റിസ്ക് ഹൈ റിട്ടേൺ ഗെയിം എടുക്കുക. വേർ ഇസ് യുവർ കമ്പനി, അതിനെ ബേസ് ചെയ്തിട്ടാണ് റിസ്ക് അപ്പിറ്റൈറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ മാറുന്നത്. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അതാ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും അതെ, കുറേ ടേംസ് ഒക്കെ പറയുന്നുണ്ട്. സാധാരണ പൃഥ്വിരാജിന്റെ കയ്യിൽ നിന്നാണ് ഇതിങ്ങനത്തെ കുറെ പുതിയ ടേംസ് ഒക്കെ കിട്ടാറുള്ളത്. ഇപ്പൊ ഇവിടെ പൃഥ്വിരാജിനെ കമ്പയർ ചെയ്തിട്ട് അല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ സാധാരണ ന്യൂ ടേംസ് ഒക്കെ കേൾക്കുന്നത് ഇവൻ വന്നപ്പോഴാണ് പല കാര്യങ്ങളും പല ടേമുകളും ഇങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി. ബാക്കിയൊക്കെ നമ്മളൊരു ഗട്ട് ഫീലിങ്ങിൽ പറഞ്ഞു. കാരണം ഫസ്റ്റ് കമ്പനി തന്നെയാണ് ഇത്. പിന്നെ ഞാൻ വർക്ക് ചെയ്തൊക്കെ വലിയ കമ്പനിയിലാണ്. അപ്പം അതിൻ്റെ ചെറിയ എലമെൻറ്റ്സ് വളരെ ചെറിയൊരു പാർട്ടായിരിക്കും ഞാൻ നോക്കിയിട്ടുണ്ടാവാം. അപ്പം ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ കാര്യങ്ങൾ പഠിച്ചത്. പിന്നെ ബുക്സ് ആൻഡ് വീഡിയോസാണ്. ഇപ്പം വന്നപ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഇതും കൂടെ നമുക്ക് മനസ്സിലായി തുടങ്ങി. അതാണ് ഒരു എന്താ എഡ്യൂക്കേഷൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ആ ബിസിനസ് എഡ്യൂക്കേഷൻ എടുക്കുന്നതുകൊണ്ടുള്ളൊരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളുടെ കമ്പനിയെ റെപ്രസെൻറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ എഡ്യൂക്കേറ്റഡ് ഒരു പേഴ്സൺ നമ്മളുടെ സൈഡിലുണ്ടാവുമ്പോൾ ദാറ്റ് വിൽ ബി എ ആഡ് ഓൺ ഡെഫിനറ്റ്ലി. പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ. ഇപ്പം ഞാനിപ്പോൾ NIT-യിലൊക്കെ പഠിച്ചപ്പം എനിക്ക് അവിടുന്ന് കിട്ടിയ കമ്പ്യൂട്ടർ സയൻസ് നോളജിനേക്കാളും അവിടുന്ന് ഞാൻ പരിചയപ്പെട്ട എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ ഞാനാക്കുന്നതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇപ്പം ഈ ഒരു റിസ്ക് എടുക്കുന്ന അപ്പറ്റൈറ്റ് അടക്കം എനിക്ക് കിട്ടിയത് അവിടെ നിന്നാണ്. പ്യോർലി അതിനൊറ്റ റീസണേ ഉള്ളൂ, BTech ഫ്രം NIT. കാരണം ഞങ്ങൾ പരീക്ഷയുടെ അന്ന് രാവിലെയാണ് ഏതെങ്കിലും പഠിപ്പിച്ചിൻ്റെ അടുത്ത് അവിടെ പാസ്സാവാനുള്ള കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആ ഒരു റിസ്ക് ഒക്കെ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ എടുത്തോണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അയ്യോ സത്യം, അതെല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്നൊരു കാര്യം. രാവിലെ വന്നിട്ട് പാസ്സാവാൻ എന്തെങ്കിലും പഠിക്കുന്നതും പഠിപ്പിച്ചു തരാൻ പറയുന്നത്. നമ്മളെ സറൗണ്ടിങ്സ് നല്ലതാണ്, ഉറപ്പായിട്ടും നമുക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടാവും. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പം നിങ്ങൾ തമ്മിൽ ഉള്ള പരിചയമാണ് നിങ്ങളെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. ഇല്ലെങ്കിൽ ഇപ്പോൾ അക്ഷയ് പറഞ്ഞ പോലെ തന്നെ ഒരു കമ്പനിയിലിരുന്നു, യെസ് എന്തായാലും നമുക്ക് ഹൈക്ക് കിട്ടുന്നു, നല്ല പോസ്റ്റിലേക്ക് എത്തുന്നു, റിട്ടയർ ആവും. പക്ഷെ നമ്മളുടേതായ ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് വരുമ്പോൾ വരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇസ് വെരി, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് തരുന്ന ഒരു എനർജിയും ഭയങ്കര കൂടുതലാണ്. അതായത് ഓരോ ദിവസം നമ്മളിങ്ങനെ ഒരു പേരൻറ്റ്, ഇന്നലെ ഒരു കല്യാണത്തിന് ഇപ്പോൾ ഒരാൾ വന്നിട്ട് എജുപോർട്ടിൽ 12th ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ യെസ് നമ്മുടെ ബ്രാൻഡിങ് ക്യാമ്പയിൻ സക്സസ്ഫുൾ ആയി, രണ്ടാമത്തെ നമ്മളെ കുറിച്ച് ആൾക്കാർ അറിയുന്നു. അപ്പോൾ ആ കിട്ടുന്ന ഒരു സാധനം നമ്മുടെ എനർജി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. അതൊരു കോർപ്പറേറ്റ് ജോബിൽ ഞാൻ ഇപ്പോൾ IBM-ൽ 5.5 ലക്ഷം ആൾക്കാരുള്ള കമ്പനി, അതിൽ ഒരാഴ്ച ഞാനൊരു എക്സ്പീരിയൻസ്, ഒരാഴ്ച ഒന്നും ചെയ്യാണ്ടിരുന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു മെയിൽ പോലും കൊടുക്കാണ്ടിരുന്നിട്ടും ഹാർഡ്ലി ആരും നോട്ടീസ് ചെയ്യും പോലും ഇല്ല. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അത് പെട്ടെന്ന് ആ ഒരു ലെവലിലേക്ക്, നമ്മളൊക്കെ 30s ആയപ്പോഴാണ് ആ ഒരു സാധനം റിയലൈസ് ചെയ്യുന്നതെങ്കിലും ഇപ്പോഴത്തെ ജനറേഷൻ അവർ കുറച്ചും കൂടെ ഏർലി ഇങ്ങനത്തെ ഇൻഫർമേഷൻ അവൈലബിൾ ആയതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് ടൈമിനെ വാല്യൂ ചെയ്യുന്നു. അതിപ്പോൾ പുതിയൊരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ അജാസ് നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് നമുക്ക് 1.5 മണിക്കൂറിൻ്റെ കോണ്ടന്റ് 15 മിനിറ്റിൽ കൊടുക്കേണ്ടി വന്നു. ബിക്കോസ് ഇപ്പോഴത്തെ ജനറേഷൻ ദേ വാല്യൂ ടൈം. ഇപ്പോൾ ഡെവലപ്പ് കൺട്രീസിൽ നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാം hourly വേജസ് ആണ്. ഒരു ഫസ്റ്റ് ജോബ് എന്നൊക്കെ പറഞ്ഞാൽ 1 മണിക്കൂറിന് ഇത്ര $. അപ്പോൾ അവർക്കറിയാം എൻ്റെ 1 മണിക്കൂറിൻ്റെ വാല്യൂ ഇത്രയുമാണ്. ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ ഈ ശമ്പളത്തിൻ്റെ ഒരു ഇതായതുകൊണ്ട് മാസാവസാനം, ആൻഡ് ഗവൺമെൻറ് ജോലിക്കൊക്കെ എന്തിനാണ് ഓക്കെ മാസാവസാനമാകുമ്പോൾ എനിക്കൊരു ഫിക്സ്ഡ് ചെയ്ത് കിട്ടും. അപ്പോൾ ആർക്കും ഒരു വാല്യൂ ഇല്ല ടൈമിന്. 50 രൂപ ലാഭിക്കാൻ വേണ്ടി നമ്മൾ രാവിലെ 3 മണീൻ്റെ ഫ്ലൈറ്റ് എടുക്കും, 50 രൂപ ലാഭിക്കാൻ. എന്നിട്ട് ആ 50 രൂപ ലാഭിച്ചിട്ട് ആ ഫ്ലൈറ്റിൽ പോയി നെക്സ്റ്റ് ഡേ ഫുൾ പ്രൊഡക്ടിവിറ്റി നമ്മുടെ പോയി. അപ്പോൾ നമ്മുടെയൊക്കെ ജനറേഷൻ ശരിക്കും ഒരു വാല്യൂ ഓഫ് ടൈം അല്ലെങ്കിൽ ആ ടൈമിൻ്റെ ഒരു നെറ്റ് മണി വാല്യൂ ഒന്നും അറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷന് അതൊക്കെ അടിപൊളിയായിട്ട് മനസ്സിലാവുന്നുണ്ട്. അവരത് നമുക്ക് പറഞ്ഞു തരുന്നു, നമ്മൾ അതിനനുസരിച്ചിട്ട് ബിസിനസ് ഇവോൾവ് ചെയ്യുന്നു, ക്ലാസ്സസ് ചെറുതാക്കുന്നു. നമ്മൾ കൊടുക്കുന്ന കോണ്ടന്റിലും അവർ പെട്ടെന്ന് വാല്യൂ ജഡ്ജ് ചെയ്യും. ഇതിന് 15 മിനിറ്റ്സിന് ഇരിക്കാനുള്ള സാധനം ഉണ്ടോ. അപ്പം അതൊക്കെ ശരിക്കും ഭയങ്കര ഒരു പോസിറ്റീവാണ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിൽ വരുന്നത്. സത്യമാണ്. കാരണം അത് നല്ലൊരു കാര്യമാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് ഫ്രണ്ടിലേക്ക് വെക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ക്രിറ്റിസിസം അല്ലെങ്കിൽ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കാനും നമ്മൾ റെഡി ആയിരിക്കണം. അല്ലെങ്കിൽ അത് നമ്മളിവിടെ പറയും നമ്മൾ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് പ്രോഡക്റ്റ് മാനേജേഴ്സ്. അവർ പറയുന്ന ഇൻപുട്ട് വെച്ചിട്ടാണ് നമ്മുടെ ടെക് ടീമും ബാക്കി എല്ലാവരും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റാർട്ടപ്സ് കോമൺലി മേക്ക് ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്താ? എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ ഇപ്പോഴാണ് നമുക്കൊരു ഓഫീസ് വന്നത്. അതുവരെ ഞങ്ങൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സ്പേസിലായിരുന്നു, അതായത് കോവർക്കിംഗ് സ്പേസിലായിരുന്നു. ഒരു സീറ്റ് ഞാനും ഫസ്റ്റ് ഞാൻ മാത്രമായിരുന്നു എജുപോർട്ടിൽ, പിന്നെ ഒരു സ്റ്റാഫിനെയും കൂടെ എടുത്തു. അപ്പോൾ 2 സീറ്റ്
ഒരു എനിക്ക് തോന്നുന്നു 4,000 എങ്ങാനാണ് പെർ മന്ത് നമ്മളെ റെൻറ്റ് വന്നത്. അപ്പം നമ്മളെ ഓപ്പറേഷണൽ കോസ്റ്റ് ഭയങ്കര കുറവായിരുന്നു. അപ്പം സ്റ്റാർട്ടപ്പുകൾ പൊതുവേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്നാൽ ഒരു ഓഫീസ് തുടങ്ങാം, ഓഫീസ് എന്തായാലും തുടങ്ങിയല്ല, അപ്പോൾ കുറച്ച് നന്നാക്കാം, ഫുള്ളി AC ആക്കാം എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യും അതിൽ ചെയ്യും. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്നത് ഐഡിയ വിൽ ബി റിയലി ഗുഡ്, പക്ഷെ അത് ഒരു മണി മേക്കിംഗ് സംഭവമാണ്. ഏത് ബിസിനസ് ആണെങ്കിലും ദ ബേസിക് തം റൂൾ ഇറ്റ് ഷുഡ് മേക്ക് മണി എന്നുള്ളത്. അതുണ്ടോ എന്നുള്ളതും അതിനുള്ള ഓഡിയൻസ് ഉണ്ടോ എന്നുള്ളതും പലപ്പോഴും പലരും നോക്കാറില്ല. കാരണം എൻ്റെ അടുത്തൊക്കെ ഒത്തിരി ഐഡിയാസ്, ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഐഡിയ ഒക്കെ ഇഷ്ടപ്പെടും, പക്ഷേ ചിലപ്പോൾ അത് കേരളത്തിൽ തന്നെ മാക്സിമം ഒരു 10-100 ആൾക്കാർക്കേ ആ ഒരു റിക്വയർമെൻ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ആ ഒരു പാർട്ടും പലരും ഓവർലുക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. ഐഡിയാസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും, അത് പൈസ ഉണ്ടാക്കും എന്നുള്ളൊരു ഇത് തോന്നാറുണ്ട്. ഞാനൊക്കെ ഏറ്റവും ഫസ്റ്റ് തന്നെ ഇപ്പം എനിക്ക് +1 തുടങ്ങാനുള്ള റീസൺ +1 മാർക്കറ്റ് ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. അത് ഭയങ്കര നോവൽ കോഴ്സസ്, ഇപ്പം നിങ്ങൾ പറഞ്ഞ ഒരു ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ എന്താ ഒരു ഓൺടർപ്രണർഷിപ്പിൻ്റെ കോഴ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ആവശ്യമാണ്. പക്ഷേ ഓഡിയൻസ് വിൽ ബി ലെസ്. കുറച്ചും കൂടെ നന്നായി സ്റ്റേജിലേക്ക് എത്തിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം കേരളമല്ല, ജനറൽ ഇന്ത്യയിലുള്ള സ്റ്റാർട്ടപ്പ്സ് ചെയ്യുന്ന മേജർ ഒരു മിസ്റ്റേക്ക് അവരൊരു വെസ്റ്റേൺ മോഡലിനെ ഡയറക്റ്റ് കോപ്പി ചെയ്യാന്നുള്ളൊരു മിസ്റ്റേക്കാണ്. ഇത് പല ആൾക്കാരും ചെയ്തു പോയി, ഇപ്പോഴും അത് ആൾക്കാർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു സങ്കടം വരും. ഇപ്പം ഊബർ ഏറ്റവും പൈസ ലൂസ് ചെയ്ത ഒരു മാർക്കറ്റ് ഇന്ത്യയാണ്. ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റിൽ ആൾക്കാർക്ക് ഈ മൊബൈൽ ഒരു പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രിക്ഷനാണ്. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, ഒരു ഊബർ ആദ്യം ഞാൻ ഫ്രീ ഇതൊക്കെ എടുത്തു, എനിക്ക് സർവീസ് ഇഷ്ടപ്പെട്ടാൽ ദേ വിൽ നോട്ട് മൂവ് ടു എ ഡിഫറെൻറ്റ് പ്ലെയർ. ഇവിടെ ഓഫർ അനുസരിച്ചിട്ട് ആദ്യം ഊബർ ഓഫർ വന്നു, പിന്നെ ഓല ഓഫർ വന്നു, അത് കഴിഞ്ഞ് അടുത്ത ആൾ വന്നു. അപ്പോൾ ഇതിനനുസരിച്ച് കസ്റ്റമർ ഇതാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ഇങ്ങനെയാണ്. അപ്പം നമ്മൾ വെറുതെ ബ്ലാങ്കറ്റ് ആയിട്ട് വെസ്റ്റ് എന്നൊരു സാധനം കൊണ്ടുവന്നിട്ട് അവിടെ വർക്ക് ചെയ്തു അതുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്യുമെന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മൾ വരുത്തുന്ന വലിയൊരു. ഇപ്പം അതെപ്പോഴും കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇത് വരും. അതായത് നമ്മുടെ കസ്റ്റമർ ഭയങ്കര ഡിഫറെൻറ്റാണ്, നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെൻറ്റാണ്. നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു ജനറേഷൻ വരെ വളരെ ക്യാഷ് കൺസർവേറ്റീവായിട്ട് ഒരിക്കലും ഒരു സാസ് പ്ലാറ്റ്ഫോമിന് എൻ്റെ 15 മിനിറ്റ് ഒരു ദിവസം ലാഭിക്കാൻ വേണ്ടി $2 സബ്സ്ക്രിപ്ഷൻ ചോദിച്ചാലും 15 മിനിറ്റ് പോട്ടെ എന്ന് നമ്മൾ പറയുള്ളൂ. യൂട്യൂബും സ്പോട്ടിഫൈ ഒക്കെ അടുത്തുണ്ട്. സ്പോട്ടിഫൈ എനിക്കിപ്പോൾ തോന്നുന്നത് ആകെ പ്ലേ ചെയ്യാനേ പറ്റുള്ളൂ, ബാക്ക് അടിക്കാൻ പറ്റില്ല. അവരൊക്കെ അങ്ങനത്തെ കുറേ കോൺസെപ്റ്റ്സ്. അപ്പോൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ദ കൺസ്യൂമർ. ഇപ്പോൾ അജാസിനെ സംബന്ധിച്ച് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് അതായത് പെയിൻ പോയിന്റ്. മാത്സ് എന്ന് പറയുന്നതാണ് പെയിൻ പോയിന്റ്. ഇതിന് ഇത്രയും കുട്ടികൾക്ക് ഇത് വേണം, അവിടെ ഫോക്കസ് ചെയ്യുക. ബിൽഡ് ഓൺ എ സ്മോൾ ദിസ് തിങ്. അതിൽ നിന്ന് നമ്മൾ ഗ്രോ ചെയ്ത് പോവാം. ഇതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഇത് അടിപൊളിയായിട്ട് അവിടെ US വർക്ക് ചെയ്തു, യൂറോപ്പിൽ വർക്ക് ചെയ്തു, സിംഗപ്പൂരിൽ വർക്ക് ചെയ്തു. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. പക്ഷേ യു ഹാവ് ടു റിയലൈസ് കസ്റ്റമേഴ്സ് ആർ ഡിഫറെൻറ്റ്. പിന്നെ ഈ ഒരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാൻ കേട്ടോ, അതായത് ഭയങ്കരമായിട്ട് പെർഫെക്ഷൻ ഒന്നും നോക്കരുതെന്നാണ് എനിക്ക്. ജസ്റ്റ് സ്റ്റാർട്ട്. അപ്പോഴേ നമുക്ക് കസ്റ്റമർ എടുത്തുന്നത്, അതായത് നമ്മൾ എടുക്കുന്ന പല അസംഷൻസ് എന്തായിരിക്കും ചിലപ്പോൾ തെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ക്ലാസ്സസ് അടിപൊളിയായി കൊടുക്കണം, എല്ലാവർക്കും മനസ്സിലാവണം. പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് ഇല്ല സാർ, എനിക്ക് അത്രയും സമയമില്ല, എനിക്ക് പഠിക്കാൻ സമയമുണ്ട്, എനിക്ക് 2 മണിക്കൂർ 3 മണിക്കൂറിൽ ക്ലാസ്സസ് തീർത്ത് തരണം എന്നുള്ളത് മാർക്കറ്റിൽ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അപ്പം എത്രയും പെട്ടെന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങുക, പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുക, കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുക, എന്നിട്ട് മുന്നോട്ട് പോകുക. ആ പെർഫെക്ഷൻ, കാരണം ചില ആൾക്കാരൊക്കെ ഭയങ്കര സെറ്റപ്പ് പ്രൊഡക്റ്റൊക്കെ ആയപ്പോഴാണ് അവർക്ക് മനസ്സിലായി ഇതൊന്നല്ല കസ്റ്റമർക്ക് ആവശ്യം. ഇത് നമ്മൾ മറ്റേ ബോക്സിങ്ങിൽ പറയും, നമ്മൾ എത്ര പുറത്തുനിന്ന് ട്രെയിൻ ചെയ്താലും ഫസ്റ്റ് പഞ്ച് നോസിൽ വരുമ്പം ആ ഒരു തല കറങ്ങുമ്പോഴാണ് പിന്നെ നമ്മുടെ മസിൽ മെമ്മറി ഇതൊക്കെ ആക്ട് ചെയ്യും. അതുപോലെ ബിസിനസ്സിൽ നമ്മൾ എന്തൊക്കെ ബിസിനസ് പ്ലാനും ഡെക്കും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഞാനിപ്പം ഹാപ്പിലി ഓൺ ദ റോങ് സൈഡാണ്. ഞാൻ 2 വർഷം മുമ്പ് എവിടെ എത്തില്ല, തിരിച്ച് ജോലിക്ക് പോയോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇത്രയും ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇറങ്ങാം, ട്രൈ, ഡോണ്ട് ഫിയർ ഫെയിലിയർ. നമുക്ക് പക്ഷെ ഒരു പാഷൻ വേണം. ബിസിനസ്സും ഒരു പാഷനാണ്. ഇപ്പം നമ്മൾ ആർട്ട് ഫീൽഡ് അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ഇപ്പം ആക്ടിങ്, അതൊക്കെയാണ് പാഷൻ ബേസിൽ പോകുന്നതെന്നാണ് കൂടുതൽ പറയപ്പെടുന്നത്. പക്ഷേ ഈ ബിസിനസ് ഈസ് ഓൾസോ എ പാഷൻ. കാരണം അതും ഒരു 24/7 കൈൻഡ് ഓഫ് ജോലിയാണ്. കാരണം കിടന്നുറങ്ങുമ്പോഴും നമ്മളുടെ തലയിൽ വരുന്ന ചിന്ത ഇത് തന്നെയായിരിക്കും. ഹോസ്റ്റലിൽ വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞു ഉച്ചക്ക് വിളിച്ച കോളൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവിടെ വെള്ളം എത്തിണ്ടാവോ. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അല്ലാതെ ഈ 9 to 5 ജോലി ചെയ്യുക, നമ്മളവിടെ 5 ആകുമ്പോൾ ജോലി കഴിഞ്ഞു തിരിച്ചു വരുന്നു, അങ്ങനെയാണ്. ഇപ്പം ഈ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24/7 ആണ്. രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന ഷൂട്ട് ചിലപ്പോൾ രാത്രി 12 മണി വരെ പോകാം. സെയിം തന്നെയാണ് ഈ ബിസിനസ് വരുമ്പോഴും നമ്മൾ ഭയങ്കര പാഷനേറ്റ് ആയിരിക്കണം. ഈവൻ ഇഫ് 9 to 5 ജോലി ചെയ്യുവാണെങ്കിലും ഐ തിങ്ക് അവിടെയും പാഷൻ വേണം. ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ എഴുന്നേറ്റ്
ചെയ്യാൻ തോന്നില്ലല്ലോ. ഈ 24/7 നമ്മളുടെ ബ്രെയിൻ വർക്ക് ചെയ്യേണ്ടിടത്ത് എന്തായാലും ഡെഫിനറ്റ്ലി പാഷൻ ഷുഡ് ബി 100% എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ നമ്മളെ തന്നെ ഫ്യൂവൽ ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ടാവില്ലല്ലോ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതൊരു എന്താ പറയുക, ബിസിനസ്സാക്കി മാറ്റുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് എഡ്യൂപോർട്ട് പോലത്തെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇപ്പം ഉണ്ട് അല്ലേ, ഒരുപാടുണ്ട്. അവർ അഡ്വർടൈസ് ചെയ്യുന്നു, മാർക്കറ്റ് ചെയ്യുന്നു, എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാവരുടെ ഇടയിലും കോമ്പറ്റീഷനും ഉണ്ട്. അതിൽ നിന്ന് എങ്ങനെയാണ് ഈ എഡ്യൂപോർട്ട് ഇത്ര വ്യത്യസ്തമായി വെക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ, വ്യത്യസ്തമാവുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ ഇപ്പോഴാണ് ശരിക്ക് മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഓൾമോസ്റ്റ് നില്ല് തന്നെയാണ് ഞങ്ങൾ മാർക്കറ്റിംഗ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ. നമ്മൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുക, കുട്ടികൾ അവരെ ഫ്രണ്ട്സിനോട് പറയുക, ആ ഫ്രണ്ട്സിൻ്റെ പാരൻസ് ഓഫീസിൽ പോയിട്ട് പറയും ഇങ്ങനെ ഒരു ആപ്പിലാണ് മക്കൾ പഠിക്കുക. അപ്പം കുട്ടികളും പാരൻസും നെഞ്ചിലേറ്റിയിട്ടാണ് എഡ്യൂപോർട്ട് ഇതുവരെ ശരിക്കും എത്തിയിട്ടുള്ളത്. ഇവൻ ഇപ്പം ഇങ്ങനെയൊക്കെ കേസ് എൻ്റെ കൂടെ പഠിച്ച ആളൊക്കെ 2 വർഷത്തിന് ശേഷമൊക്കെയാണ് അവൻ വീട്ടിൽ പോയപ്പോഴാണ് അനിയത്തി എഡ്യൂപോർട്ടാണ് പഠിക്കുന്നത് അവന് മനസ്സിലായത്. എടാ നിൻ്റെ ക്ലാസ്സാണ് പെങ്ങൾ കാണുന്നത് പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട്, എൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയക്കാറുണ്ട്. കാരണം നിങ്ങളുടെ മക്കളുടെ എഡ്യൂക്കേഷനിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ശ്രദ്ധിക്കുന്ന പാരൻസിന് മാത്രമേ എഡ്യൂപോർട്ടിനെ കുറിച്ച് അറിയുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് എൻ ABC കമ്പനി മാത്രമാണ്. അപ്പം അതൊന്നും മാറ്റാന്നുള്ള രീതിയിലാണ് ഇപ്പം നമ്മൾ ബ്രാൻഡിങ്ങിലൊക്കെ പോകുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ ഏത് ഫീൽഡാണെങ്കിലും ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കുക, ആൾക്കാർ റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇത് മുന്നോട്ട് പോകുള്ളൂ. ഇപ്പോൾ അല്ലെങ്കിൽ ഇതൊരു പെട്രോൾ ഒഴിക്കുന്നത് പോലെ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പെട്രോൾ ഒഴിച്ചാൽ എന്തായാലും വണ്ടി ഓടും, എപ്പോൾ പെട്രോൾ തീരുന്നു അവിടെ നിൽക്കുകയും ചെയ്യും. അപ്പം നമ്മളെ സംബന്ധിച്ച് ബൈ ഡിഫോൾട്ട് എന്ത് ചെയ്യണം, വണ്ടി ഓടിക്കൊണ്ടേയിരിക്കണം. അതിൻ്റെ സ്പീഡ് കൂട്ടാം അല്ലെങ്കിൽ പവർ കൂട്ടാനൊക്കെ നമുക്ക് മാർക്കറ്റിംഗ് ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. ഞാനതിൽ ആ ഫസ്റ്റ് പാർട്ട് കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒരു പാട്ട് എടുക്കാം. ആക്ച്വലി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ എടെക് എന്ന് പറയുന്ന ഇൻഡസ്ട്രീൻ്റെ ഒരു സർഫസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, സ്ക്രാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എത്രയും കൂടുതൽ കോമ്പറ്റീറ്റേഴ്സ് വരുന്നു അത്രയും നല്ലതാണ്. അത് 2 കാര്യം. ഒന്ന്, നമ്മുടെ പ്രോഡക്റ്റ് കുറേയും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോളിഷ് ചെയ്യാൻ പറ്റും, ബിക്കോസ് യു ഓൾവേസ് ഹാവ് എ ത്രെറ്റ്, വേറൊരാൾ ഇതിലുണ്ട് എന്നുള്ളത്. രണ്ടാമത്തത്, ഇന്ത്യ നീഡ്സ് ഇറ്റ്. ഇപ്പോൾ നമുക്ക് ഏകദേശം 28% ആണ് നമ്മുടെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ, അതായത് യൂണിവേഴ്സിറ്റീസിലേക്കൊക്കെ പോകും. എന്തുകൊണ്ട് അത്രയും കുറവ്? ബിക്കോസ് നമ്മുടെ താഴത്തേക്കുള്ള ഫണൽ ഭയങ്കര വീക്കാണ്. 10ാം ക്ലാസ് കഴിയുമ്പോൾ ഡ്രോപ്പ് ഔട്ട് ആവും, +2 കഴിയുമ്പോൾ ഡ്രോപ്പ് ഔട്ട് ആവും. അപ്പം നമ്മളെ പോലത്തെ അഫോർഡബിൾ സൊല്യൂഷൻസ്, ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയൊരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഡെയിലി വേജ് വർക്കേഴ്സ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്. പലപ്പോഴും നമുക്ക് പേയ്മെൻറ്റ് ടീമിൽ നിന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യും ആ പേയ്മെൻറ്റ് സാറ്റർഡേയിലേക്ക് ഷെഡ്യൂൾ ചെയ്യും, ബിക്കോസ് അവർക്ക് വീക്ക്ലി പേയ്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിനെ പല എഡ്യൂക്കേഷനിലുള്ള പ്ലെയേഴ്സ് ഇതുവരെ കേറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് എഡ്യൂക്കേഷൻ വാസ് ഓൾവേസ് റിഫൈൻഡ് ടു ഒരു എലീറ്റ് മിഡിൽ ക്ലാസ്, ഇത്രയും അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പം വലിയൊരു മാർക്കറ്റ് സൈസാണ് എഡ്യൂക്കേറ്റഡ് ആവുന്നത്. അവർ 12th കംപ്ലീറ്റ് ചെയ്യുന്നു, അവർ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു. അൾട്ടിമേറ്റ്ലി ഇതാണ് നമ്മുടെ GDPയിലേക്ക് ഇനി ആഡ് ചെയ്യാൻ പോകുന്ന സാധനങ്ങൾ. അപ്പോൾ കോമ്പറ്റീഷൻ ഇസ് ഓൾവേസ് ഗുഡ്. ബിക്കോസ് ഒന്ന്, അത്രയും വലിയ മാർക്കറ്റ് ഇവിടെ അവൈലബിൾ ആണ്, എല്ലാവരെയും ഇതിലേക്ക് എത്തിക്കാനും. രണ്ടാമത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കോംപ്ലസൻ്റ് ആവാൻ നമുക്ക് സമയമില്ല. നമ്മൾ 2 ദിവസമോ ഇതിനെപ്പറ്റി ആലോചിക്കേണ്ടിരുന്ന നമുക്കറിയാം നമ്മുടെ ഇത്രയും മാർക്കറ്റ് ഷെയർ പോകും. ഒന്നാമത്തെ കാര്യം, കേരളൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രേവിങ് ഫോർ എഡ്യൂക്കേഷൻ, ക്രേവിങ് ഫോർ നോളജ്. അവർക്ക് എല്ലാത്തിനെയും കുറിച്ച് അറിയണം. ഇവർ ഇപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, എന്തിനെക്കുറിച്ചാണെങ്കിലും ഇവർ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ബിക്കോസ് ദേ വാണ്ട് ദി എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ ദേ വാണ്ട് ടു നോ വാട്ട് ഈസ് ഹാപ്പനിങ്, ദേ വാണ്ട് ടു നോ എന്താണ് അവിടെ നോളജ് എന്നുള്ളത് അറിയണം. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഈ എഡ്യൂക്കേഷൻ ബേസ്ഡ് വരുന്ന ബിസിനസ്സുകൾ ഈസ് വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. പക്ഷേ അതിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അതിനെയും അതൊരു ഡബിൾ എഡ്ജ് സ്വാർഡാണ്. അതായത് ഹെൽത്തും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാളുടെ ജീവൻ്റെ ഇതാണ്. അതായത് ഒരു ഹോസ്പിറ്റലിലും ദർ ഇസ് നോ ചാൻസ് ഫോർ റിസ്ക്, എഡ്യൂക്കേഷനിലും നമ്മൾ ഒരു മോശം സാധനം കൊടുത്ത് ഒരാളുടെ കരിയർ അല്ലെങ്കിൽ ഒരാളുടെ നെക്സ്റ്റ് 70, 80, 90 ഇയേഴ്സ് ഓഫ് ലൈഫാണ് ഈ ഒരു സാധനം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കോൺഷ്യസ്നെസ് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അത് നമ്മുടെ എല്ലാ എംപ്ലോയീസും, നമുക്കിപ്പോൾ ഏകദേശം 470 എംപ്ലോയീസ് ഉണ്ട്. ഓരോ പ്രാവശ്യം അതാണ് നമ്മൾ റീഐറ്ററേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ടോപ്പ് ലൈനോ ഇൻവെസ്റ്റ്മെൻറ്റോ ബ്രാൻഡിങ് ഒന്നുമല്ല, പക്ഷേ ഈ ചെയ്യുന്ന ഒരു സാധനം ഈസ് ഗോയിങ് ടു റിയലി ഇമ്പാക്ട് സംബഡീസ് ലൈഫ്. ഇപ്പോൾ നിങ്ങളൊരു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ആണെങ്കിൽ പോലും 100% യു ഹാവ് ടു പുട്ട് ദെയർ. നമ്മൾ കുറച്ച് ഒരു ഉഴപ്പ് കാണിച്ചാൽ അതിൻ്റെ അഡ്വേഴ്സ് ഇഫക്ട്സ് ഉണ്ടാവാൻ പോകുന്ന ഒരുപാട് കുട്ടികൾക്കാണ്. അപ്പോൾ ഈ ഒരു സാധനം നമ്മളിങ്ങനെ റീഐറ്ററേറ്റ് ചെയ്ത് ഈ 470 ആൾക്കാർക്കും ആ ഒരു സാധനം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇപ്പോൾ ഈ റീസെൻ്റ്ലി നമുക്ക് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ
പ്ലാറ്റ്ഫോം ആയിരുന്നു. ഗോട്ട് എ ഡൗൺഫോൾ. ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടായിരുന്നു. നമുക്ക് ഐ നെവർ എക്സ്പെക്റ്റഡ് ദിസ് വിൽ ഹാപ്പൺ. അപ്പോൾ അങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പേടി ഉണ്ടാവാറുണ്ടോ? കാരണം അത്രയും വമ്പന്മാരായിട്ട് ഉയർന്നു വന്നിട്ട് ഫ്രം ദ സെയിം ലാൻഡ്, അപ്പോൾ പേടി അത് ആക്ച്വലി നമുക്കൊരു പ്രീകേഴ്സറാണ് പല ഇൻഡസ്ട്രിയുടെയും പ്രശ്നം. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിക്കോട്ടെ, നാനോ ടെക്നോളജി, ഇവർക്കൊന്നും മുമ്പോട്ട് നോക്കാൻ ഒരു സാധനമില്ല. ഇത് മാക്സിമം എവിടെ പോയി. അപ്പം നമുക്കത് ആക്ച്വലി നമ്മുടെ ഏറ്റവും വലിയ ടെക്സ്റ്റ് ബുക്ക് അതാണ്. എന്തുകൊണ്ട് അത് സംഭവിച്ചു? ഗവേണൻസിൽ ഇഷ്യൂ വന്നു. രണ്ടാമത്തത് മാർക്കറ്റിങ്ങിന് ഓവർ സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ ഹാപ്പിയായി നിർത്തിയില്ല. അപ്പോൾ ഇത് 1 2 3 4 5 എന്ന് പറയുന്ന ഈ പോയിൻറ്റ്സ്, ഇത് നമുക്കൊരു ചെക്ക് ലിസ്റ്റാണ്. എല്ലാ ദിവസവും എണീറ്റ് രാവിലെ ഓക്കെ നമ്മൾ ഗവേണൻസ് കറക്റ്റ് ആണോ, നമ്മുടെ കംപ്ലയൻസ് കറക്റ്റ് ആണോ, അത് നമുക്കൊരു ചെക്ക് ലിസ്റ്റാണ്. ക്വാളിറ്റി കോംപ്രമൈസ് ആവുന്നുണ്ടോ? ഇന്ന് രാവിലെ പോലും നമുക്ക് ചെറിയൊരു ഫീഡ്ബാക്ക് വന്നാൽ നമ്മൾ അപ്പം തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ശരിയല്ല, സെയിൽ പ്രോമിസസ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ശരിക്കും അതിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ പഠിച്ചത്. ചെറിയൊരു പ്രോമിസ് ആയിരിക്കും, പക്ഷേ ഇപ്പോഴും ഞാൻ പറയണ അവരാണ് ഇന്ത്യയിലെ എട്ടെക്കിന് ഇതുവരെ എത്തിച്ചത് കേട്ടോ. അതായത് ഞാനന്ന് തുടങ്ങുന്ന സമയത്ത് പിന്നെ എനിക്കൊരിക്കലും പാരൻസിനെ കൺവിൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല മക്കൾക്ക് ഫോണിൽ പഠിക്കാൻ പറ്റുന്നുള്ളത്. കാരണം അത് കാലങ്ങളായിട്ട് അവർ നടത്തിയ മാർക്കറ്റിംഗ് വഴിയാണ് ഫോണിൽ നോക്കിയും കുട്ടികൾക്ക് പഠിക്കാം ബാക്കിയുള്ളതിനേക്കാളും നന്നായിട്ട് എന്നുള്ളത് ഇതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലതൊക്കെ അങ്ങനെ സംഭവിക്കാം, പക്ഷെ അത് ഞങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാനെപ്പോഴും ആ ഒറ്റമുറി ഉണ്ടല്ലോ, ഞാനന്ന് ആദ്യം ക്ലാസ് എടുത്തത്, അതിനെക്കുറിച്ച് വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. ഒരു എന്താ പറയുക, കൈലി ഉടുത്തിട്ട് ഒരു ടീഷർട്ട് ഇട്ടിട്ട് അവനെ പഠിപ്പിച്ചത്, അവിടെ നിന്ന് ഇതുവരെ എത്തിയല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോഴും ആ ഫിയർ ഓഫ് ഫെയിലിയർ എന്താണ് ഒരു പരിധിവരെ ഇല്ല. ഒരു ധൈര്യം അല്ലേ? അതെ, അതായത് വേറൊരാളുടെ ഫെയിലിയറിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും, അതെങ്ങനെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റും, അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒബ്വിയസ്ലി നമ്മൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ കുറേ ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ട്. ഒരുപാട് ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇതുണ്ട്. പക്ഷേ നമ്മൾ നല്ലൊരു സാധനം കൊടുക്കുന്നു അവർക്ക്. ആൾക്കാരുടെ ഈ മെമ്മറി എന്നൊക്കെ പറയുന്നത് വളരെ ഷോർട്ട് ലിവ്ഡ് ആണ്. നമ്മൾ നല്ലൊരു സാധനം കൊടുത്താൽ ദേ ആർ വില്ലിങ് ടു നമ്മളെ വെൽക്കം ചെയ്യാനും നമ്മുടെ സാധനം അബ്സോർബ് ചെയ്യാനും അവർ തന്നെ നമ്മുടെ അംബാസഡേഴ്സായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നമുക്കതൊരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാ ദിവസവും അതിൽ വന്ന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ചെയ്യാണ്ടിരിക്കാൻ നമ്മൾ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ തന്നെ വരട്ടെ. ബിക്കോസ് നമ്മളുടെ ഉള്ളിൽ ഫ്യൂവൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് എന്തൊക്കെ വന്നാലും നമ്മളുടെ നമുക്കൊരു ചെറുതായാൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിച്ചാലും നമ്മൾ അതിൽ നിന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഞങ്ങൾ തന്നെ ഇപ്പം നിങ്ങൾ മുഴുവൻ ഈ ഗ്രോത്ത് സക്സസ് ആണ് കാണുന്നെങ്കിലും ഒരുപാട് കുഞ്ഞു ഫെയിലിയേഴ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അതിന്റെ പാർട്ടിൽ വന്നിട്ടുണ്ട്. അതെ, ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിലും പോയിന്ന് വരത്തില്ല. ഇപ്പൊ ഈ ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ അത് ഒരു നല്ലതിലേക്കുള്ള തുടക്കമാണെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല. അതിപ്പോ രണ്ട് വേയിലും കാണണം. ഒന്നെങ്കിൽ ഫെയിലിയർ ആവാം, ഒന്നെങ്കിൽ സക്സസ് ആവാം. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ചിലതിന് ഇറ്റ് വിൽ ടേക്ക് ടൈം എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. കാരണം ചിലപ്പം 1 വർഷമോ 2 വർഷമോ ഒന്നും മതിയാവണമെന്നില്ല. പക്ഷെ ഒരു ഗ്രോത്ത് ഉണ്ട് നമ്മൾ എൻഷുർ ചെയ്യും. നമ്മളൊരു ലോങ് ടേം പ്ലാനിൽ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യാം. നമ്മൾ ഷോർട്ട് ടേം ഗോൾസ് വെച്ചാലാണ് പെട്ടെന്ന് ഡിസപ്പോയിൻമെൻറ്റ് ഇതും വരിക. നമ്മളൊരു ലോങ്ങർ ഒരു ഹൊറൈസണിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഞാൻ പലപ്പോഴും പറയാം, ഈ മരം വെട്ടുകാരൻ്റെ എക്സാമ്പിളൊക്കെ ഞാൻ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് മരം വെട്ടുമ്പോൾ ഏറ്റവും അവസാനത്തെ വെട്ടിലാണ് മരം മുറിയാൻ പോകുന്നത്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ആദ്യം വെട്ടിയ ആഞ്ഞ് വെട്ടലുകളൊന്നും വെറുതെ ആണെന്നൊന്നും ഇല്ലല്ലോ. അപ്പം അതേപോലെ തന്നെ വെട്ടിക്കൊണ്ടേയിരിക്കണം. പക്ഷേ നമുക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. ചില സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പം മെഡ്പോർട്ട് എൻ്റെ ഭയങ്കര പാഷനായിട്ടുള്ള ബിസിനസ് ആയിരുന്നു, ആ മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്നത്. പക്ഷേ അതെൻ്റെ പാഷനാണ്, എനിക്കതേ നടത്താൻ പറ്റുള്ളൂ എന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതുവരെ എത്തില്ലായിരുന്നു. അവിടെ തന്നെ വെട്ടിക്കൊണ്ടിരുന്നെങ്കിൽ. പിന്നെ എനിക്ക് തോന്നുന്നു വാല്യൂ സിസ്റ്റംസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ച്. ഇപ്പം അതായത് അജാസിൻ്റെ ഇനീഷ്യലി ഉള്ള ഒരു വാല്യൂ സിസ്റ്റം ഇപ്പോഴും പല സമയത്ത് ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ലൊരു ഇതിലായി നമ്മളൊരു നല്ല കാറൊക്കെ എന്താ പറയുക, ഇത് ആൾ പോയി അത് ക്യാൻസൽ ചെയ്തിട്ട് സാധാരണ അതായത് ഓരോ ആൾക്കാർ ഒരു വാല്യൂ സിസ്റ്റം നമ്മൾ എല്ലാവരെയും കോംപ്ലിമെൻ്റ് ചെയ്യും. നമ്മുടെ 4 ഡയറക്ടേഴ്സും 5 എല്ലാവരും ഇപ്പം TJ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്സ് ആൻഡ് ബാലൻസസ് ഭയങ്കര സ്ട്രോങ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന സാധനം തെറ്റാണ്, ഇങ്ങനെ ചെയ്യരുത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്ന ഒരു എൻവയറമെൻറ്റും എക്കോസിസ്റ്റമാണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. അത് തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു എന്താ പറയുക റോങ് ഡിസിഷൻസിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ശരിക്കും 4 ഫോണ്ടേഴ്സുണ്ട്. ഇവന്തോ ഞാനാണ് ഫേസ് എങ്കിലും ബാക്കി ഇതിൻ്റെ ആത്മാവായിട്ട് വേറെ 3 ആൾക്കാരും കൂടെ. അവർ 3 ആളും എൻ്റെ കൂടെ NIT പഠിച്ച ആൾക്കാർ തന്നെയാണ്. അന്ന് ഞങ്ങൾ കണ്ട സ്വപ്നമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സിങ്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിലാണ് അക്ഷയും കൂടെ വന്നത്. അക്ഷയനെ ശരിക്ക് അവൻ CEO ആയിട്ട് ജോയിൻ ചെയ്തതിന് ശേഷമാണ്
ഞാൻ ആദ്യമായിട്ട് അവനെ നേരിട്ട് കാണുന്നത്. പക്ഷേ സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സിങ്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം പരസ്പരം എൻ്റെ കുറേ വീക്ക്നെസ്സസ് അക്ഷയ് എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ സ്ട്രെങ്ത് ഉപയോഗിച്ച് കവറപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ നേരെ തിരിച്ചു ആ ഒരു പാർട്ട് ഭയങ്കരമായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാർട്ടപ്സിൽ വർക്ക് ചെയ്യുന്നതിൽ ഇപ്പം എന്നോട് ആരെങ്കിലും ഈ ടെക് കമ്പനീസോ അല്ലെങ്കിൽ കോർപ്പറേറ്റ്സിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുമ്പം എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ആദ്യം കയറേണ്ടത് സ്റ്റാർട്ടപ്സിലാണ്. കാരണം നമ്മളുടെ പണി പഠിക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്സിൽ കയറിയാലേ കാര്യമുള്ളൂ. കാരണം നമുക്കൊരു ഇപ്പോൾ ഫൗണ്ടേഴ്സ് ആയിക്കോട്ടെ, CEO ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെയിൻ മുകളിലിരിക്കുന്നവരായിട്ടൊരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വരും. കമ്പനിയുടെ ഡയറക്റ്റ് പ്രൊഡക്റ്റ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് വരുമ്പോൾ വർക്കേഴ്സിന് കുറച്ചും കൂടി ഒരു എനർജി ആയിരിക്കും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവരെന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ആ ഹാർമണി കീപ്പ് ചെയ്യാൻ പറ്റുന്നത്? കാരണം വർക്കേഴ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവർ ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജോലി ചെയ്യുന്നവർ നല്ലതായിരിക്കുക, അവർ ഹാപ്പി ആയിരിക്കുക, അവർക്ക് നീഡ്സ് ഉണ്ട്, അവർ വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു സാധനം അവർക്കും കിട്ടണം അല്ലേ, അവരും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ആ ഹാർമണി എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്? ഏറ്റവും ഫസ്റ്റ് ഈ ഇമ്പാക്റ്റ് അവർക്ക് കൂടെ ഫീൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതായത് അവർ ചെയ്യുന്ന കാര്യം ഇത് സൊസൈറ്റിയിലൊരു മാറ്റം വരുത്തുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ. അപ്പം ചിലപ്പോഴൊക്കെ ചില ഞങ്ങളെ എംപ്ലോയീസിൻ്റെ കഥ പറയാറുണ്ട്. കല്യാണത്തിന് അപ്പോൾ മോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ എജ്യൂപോർട്ടിലാണ്. എജ്യൂപോർട്ടിലാണോ, എൻ്റെ മോള് അവിടെയാണ് പഠിക്കുന്നത്, ഭയങ്കര നല്ലതാണ്. അപ്പം ആ ഒരു സാധനം ഇവർ ചിലപ്പോൾ ഒരു കണ്ടന്റ് ഡെവലപ്മെൻറ്റിലെ ആൾക്കാരായിരിക്കും, അങ്ങനെ ഒരു പാർട്ട് അതുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് ഇൻസെൻറ്റിവൈസ് അല്ലെങ്കിൽ റിവാർഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം എജ്യൂപോർട്ട് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് അവരും എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രോ ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് ലെവലിലായിക്കോട്ടെ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം അതും ഈക്വലി ഇമ്പോർട്ടൻ്റ്. അല്ലാതെ ഞങ്ങൾ ഈ പൈസ മുഴുവൻ എടുത്ത് നമ്മൾ ബെൻസ് വാങ്ങുന്നു അല്ലെങ്കിൽ മറ്റേ തായ്ലാൻഡിൽ പോയി കറങ്ങുന്നു, അവർക്ക് സാലറി ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ എപ്പോഴും എത്ര പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഹാർമണി ഒന്നും കീപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു പോസിറ്റീവ് വർക്ക് പ്ലേസ് ആക്കണമെന്ന് എനിക്ക് തുടക്കം മുതലേ നിർബന്ധം ഉണ്ടായിരുന്നു. അതും ഞാൻ വായിച്ച ബുക്കുകളിൽ നിന്നൊക്കെ കിട്ടിയതാണ്. അപ്പോൾ അത് ഞങ്ങൾ ഓൾമോസ്റ്റ് മാക്സിമം ഞങ്ങൾ കീപ്പ് ചെയ്യാറുണ്ട്. പിന്നെ സ്റ്റാർട്ടപ്പിന് ഒരു നെഗറ്റീവ് പാർട്ട് ഉണ്ട് കേട്ടോ ശരിക്കും. ഇപ്പം എംപ്ലോയീസിനോടൊക്കെ ഞാൻ തുടക്കത്തിൽ പറയാറുണ്ട്. അതായത് ഇപ്പം ഒരു വലിയ കമ്പനിയിലാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ വന്ന് വൈകുന്നേരം വരെ എന്താ ചെയ്യേണ്ടത് കൃത്യമായിട്ട് അറിയാം. നേരെ പോവുക, ബാഗ് അവിടെ വെക്കുക, അത് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മതി. പക്ഷെ ഇവിടെ ആകുമ്പോൾ എന്തായിരിക്കും പല ചാലഞ്ചസ് ഫിഗർ ഔട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പം എടാ ഇതൊന്ന് സോൾവ് ചെയ്യണമെന്നേ പറയുള്ളൂ, എങ്ങനെ സോൾവ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് അവർ ഫിഗർ ഔട്ട് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ക്രിയേറ്റീവ് പാർട്ട് ഉപയോഗിക്കണം, എന്ത് ചലഞ്ച് വന്നാലും ആക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഗ്രോത്താണ്. അപ്പം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലെ എംപ്ലോയീസിൻ്റെ ഒക്കെ സ്റ്റോറീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ തുടക്കത്തിലെ എംപ്ലോയീസൊക്കെ മില്യണേഴ്സ് ആയിട്ടുണ്ട് അവർ ഈ ഫുള്ളി വാൾമാർട്ടിന് സെൽ ഓഫ് ഒക്കെ ചെയ്തപ്പോൾ. അതാണ് അതിൻ്റെ ഒരു റിവാർഡ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു കൾച്ചറലി അത് വളരെ സ്ട്രോങ് ആണ്. ലാസ്റ്റ് ഇയർ ഞാൻ ജോയിൻ ചെയ്യുമ്പം എനിക്ക് ഏറ്റവും ഈസിയസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ലീഡർഷിപ്പിൽ കൊണ്ടുവരാം. ഇവരെ ഇതൊന്നും പഠിപ്പിക്കുന്നു. പക്ഷേ അജാസ് അതിൽ വളരെ സ്ട്രോങ് ആയിരുന്നു. എൻ്റെ കൂടെ ആദ്യം മുതലുള്ള ആൾക്കാരെ മാക്സിമം എത്തിക്കുക എന്നുള്ളൊരു. പക്ഷെ അത് ഇപ്പോൾ 1 year ലേറ്റർ ഐ തിങ്ക് ദാറ്റ് വാസ് ദ റൈറ്റ് ഡിസിഷൻ. ബിക്കോസ് അവർ കൊണ്ടുവരുന്ന എനർജി ആൻഡ് ആറ്റിറ്റ്യൂഡ് ഭയങ്കര കൂടുതൽ. നമ്മൾ ഭയങ്കര എക്സ്പീരിയൻസ്ഡും സൊഫിസ്റ്റിക്കേറ്റഡ് ആൾക്കാരെ ലീഡർഷിപ്പിൽ കൊണ്ടുവരുന്നേക്കാളും ഇവർക്ക് ആ ഒരു റൈറ്റ് സാധനം എങ്ങനെയെങ്കിലും എന്താ പറയുക, ഡു ഓർ ഡൈ ഞാനിത് ചെയ്യും എന്ന് പറയുന്ന ഒരു എനർജി, ആ സാധനങ്ങളൊക്കെ നമ്മളിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് വി റിയലി ഹോപ്പ് നമ്മുടെ കൂടെ ആദ്യം മുതൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഈ ഒരു ജേർണിയിൽ ഇനിയും കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണ്. ഈ എൻ്റെയൊക്കെ കാലത്ത് ഞാൻ ഏറ്റവും മിസ് ചെയ്തിട്ടുള്ളത് ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതൊക്കെ അജാസിനെ പോലുള്ള ടീച്ചേഴ്സിന് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതായത് അങ്ങനൊരു സ്പേസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഐ റീകോൾ നൗ ഒരുപാട് കമൻറ്റ്സ് എൻ്റെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്, അജാസ് സാറിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്. സോ അതിലെനിക്ക് ഭയങ്കര ഇപ്പോൾ സന്തോഷം തോന്നുന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് സെഷൻ ചെയ്യാൻ പറ്റി എന്നുള്ളതിന്. ആൻഡ് ഐ വിഷ് യു ഗൈസ് ഓൾ ദ വെരി ബെസ്റ്റ് ഇൻ ദ ഫ്യൂച്ചർ. നിങ്ങൾ എന്തായാലും ഓൾറെഡി സ്റ്റെപ്പിംഗ് ഇൻ ടു ദ സക്സസ് സോൺ. പക്ഷെ എന്നാലും എൻ്റെ കൂടെ ഒരു ഓൾ ദ ബെസ്റ്റ് ഇരിക്കട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് അപർണക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ. താങ്ക് യു സോ മച്ച്.